السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. ما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ഈ പറയുന്നതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ തന്നെ ഒരർത്ഥത്തിൽ സപരിചനായിരുന്നു എന്ന് വരുത്തൊരു ഉദ്ദേശമുണ്ടല്ലോ. കൂട്ടത്തിൽ മക്കയെ ഏറ്റവും ശ്രദ്ധേയമാക്കിയതും ഖുറൈശികളെ അറബി ലോകത്തിൻ്റെ ഇടയിൽ ആദരണീയരും ബഹുമാന്യരും ആക്കിയതുമായ ഒരു സംഭവമാണ് ആനക്കലഹ സംഭവം. ലിഇലാഫി ഖുറൈശിൻ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീലിൻ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീലിൻ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ. ഈ രണ്ട് സൂറത്തും ഒന്നാണ് എന്ന് വരെ അഭിപ്രായപ്പെട്ട ചില ആളുകളുണ്ട്. ഇത് ഖുറൈശി സൂറത്തും അതുപോലെ തന്നെ ഫീൽ സൂറത്തും രണ്ടും ഒന്നാണ്. കാരണം വിഷയം അത്രയും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ രണ്ട് തന്നെയാണ്. പക്ഷേ പരസ്പരം വിഷയങ്ങൾ വളരെ അടുത്തിരിക്കുന്നു എന്ന് സത്യമാണ്. നമുക്ക് വിശദമായൊരു ചർച്ച അത് ഉദ്ദേശിക്കുന്നില്ല. തന്നെയല്ല, നേരത്തെ ചെറുതായി പരാമർശിച്ചതുമാണത്. ഹബശ രാജാവിൻ്റെ രണ്ട് പ്രമുഖ പടനായകന്മാരുടെ നേതൃത്വത്തിൽ 800ഓളം വരുന്ന അല്ലെങ്കിൽ 1000ഓളം വരുന്ന ഹബശി സൈന്യത്തെ അയച്ചത് അറിയാത്ത് എന്ന പേരിലും അബ്രഹത്ത് എന്ന പേരിലും പറയപ്പെട്ട രണ്ട് പ്രമുഖ നേതാക്കന്മാരായിരുന്നു സൈന്യത്തിൽ. രണ്ടാളും സൈനിക കമാൻഡർമാരാണെങ്കിലും അറിയാത്തായിരുന്നു ഒന്നാം സ്ഥാനക്കാരൻ. അതിനെ തൊട്ടടുത്ത സ്ഥാനമേ അബ്രഹത്തിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നാട്ടിൽ വന്നു നേരത്തെ പറഞ്ഞതുപോലെ ദൂനുവാസ് ചക്രവർത്തിയുമായി യുദ്ധം ചെയ്തു. അവരെ പരാജയപ്പെടുത്തി. അവിടുത്തെ ഭരണം നജ്റാൻ ഉൾപ്പെടെയുള്ള യമനിൻ്റെ ഭാഗങ്ങൾ ഹബശികൾ പിടിച്ചെടുത്തു. അങ്ങനെ രണ്ടുപേരും നേതൃത്വം വഹിച്ചുകൊണ്ട് നജാഷി രാജാവിൻ്റെ കീഴധികാരികളായിട്ട് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നസ്രാനി മതത്തിലെ മതവിശ്വാസത്തിൽ നോക്കിയാലും രാജഭക്തിയിൽ നോക്കിയാലും ഹബശികളോടുള്ള പ്രത്യേക സ്നേഹത്തിൽ നോക്കിയാലും അബ്രഹത്തായിരുന്നു മുമ്പന്തിയിൽ. ഒരു വലിയ വിശ്വാസിയായിരുന്നു അവരെ ഈ നസ്രാനി മതത്തിൽ. ഏതായാലും ക്രമേണ ഇവർ രണ്ടുപേരും തമ്മിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കുകയും ഹബശി സൈന്യങ്ങൾ രണ്ട് ഗ്രൂപ്പായി തിരിയുകയും ചെയ്തു. ഒരു ഗ്രൂപ്പ് അറിയാത്തിനെ അനുകൂലിക്കുമ്പോൾ മറ്റേ ഗ്രൂപ്പ് അബ്രഹത്തിനെ അനുകൂലിച്ചു. അങ്ങനെ ഒരു വലിയ സംഘട്ടനത്തിന് വക്കിലെത്തി. ഇതൊന്നും രാജാവിനെ അറിയിക്കുന്നില്ല. അവർ സ്വയം ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറായി. അങ്ങനെ രണ്ട് സൈന്യവും ഒരു ഭാഗം അബ്രഹത്തിനെ അനുകൂലിച്ചും ഒരു ഭാഗം അറിയാത്തിനെ അനുകൂലിച്ചും യുദ്ധത്തിന് അണിനിരന്നു. ബുദ്ധിമാനായ അബ്രഹത്ത് പറഞ്ഞു, ഒരു ദൂതനെ വിട്ടിട്ട് അറിയാത്തിനോട്, യഥാർത്ഥത്തിൽ നിരപരാധികളായ ഹബശികളെ എന്തിന് നമ്മൾ അറുകൊല ചെയ്യണം? യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിലാണല്ലോ പ്രശ്നം. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾ നേരിട്ടിറങ്ങോ യുദ്ധത്തിന്, ഞാനും വരാം.
നമ്മൾ തമ്മിൽ നേരിട്ടൊന്ന് യുദ്ധം ചെയ്തു നോക്കാം. എന്നെ കൊല്ലപ്പെടുകയോ പരാജയപ്പെടുത്തപ്പെടുകയോ ചെയ്താൽ മുഴുവൻ സൈന്യങ്ങളും നിങ്ങളെ പിന്തുണക്കും. ഒറ്റക്കെട്ടായി ഹബശികൾക്ക് ഇവിടെ ഭരണം തുടർന്നു പോകാനാവും. മറിച്ച് നിങ്ങളാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ സൈന്യങ്ങളൊക്കെ എന്നെ അനുകൂലിക്കുകയും നാട്ടിൻ്റെ ഭരണം ഭംഗിയായി കൊണ്ടുപോവുകയും ചെയ്യുക. എന്തായാലും നിരപരാധികളായ ഹബശികളെ നമ്മൾ കൊല്ലേണ്ടതില്ലല്ലോ. ഈ അഭിപ്രായം അറിയാത്തിനും ബുദ്ധിയായി തോന്നി. അങ്ങനെ അറിയാത്തും അബ്രഹത്തും നേരിട്ട് മല്ലയുദ്ധത്തിന് തയ്യാറായി. പക്ഷേ പിന്നണിയിൽ നിന്നിട്ട് സംരക്ഷിക്കാൻ ചെറിയൊരു സൈന്യം രണ്ടുപേർക്കും ഉണ്ടാവും. അതായത് സൈനിക കമാൻഡർമാരുടെ അംഗരക്ഷകരി എന്ന നിലക്കാണ്. അങ്ങനെ നേരിട്ട് യുദ്ധം നയിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ അറിയാത്ത തന്ത്രപൂർവം കൊടുത്ത ഒരു വെട്ട് അബ്രഹത്തിനെ ഏൽക്കുകയും അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ വലിയൊരു മുറി രൂപപ്പെടുകയും ചെയ്തു. അത് പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ വലിയൊരു കലയായി ഉണ്ടായിരുന്നു, മുറിക്കലയായിട്ട്. അതുകൊണ്ട് തന്നെ അബ്രഹത്തുൽ അശ്രം എന്ന പേരിലാണ് പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുക. പക്ഷേ അബ്രഹത്ത് വെട്ടേറ്റ് താഴെ വീണ ഉടനെ തൻ്റെ അടിമയാവുന്ന അംഗരക്ഷകൻ അപ്രതീക്ഷിതമായി അറിയാത്തിനെ ആക്രമിക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടി സൈന്യങ്ങൾ രണ്ടും ഒന്നായി തീർന്നു. ദിവസങ്ങളോളം ചികിത്സയും പരിചരണവും കൊണ്ട് അബ്രഹത്ത് രോഗം മാറി ആരോഗ്യവാനായി. ഇപ്പോ രണ്ടുപേരുള്ള തർക്കം ഇവിടെ പരിഹാരമായി. അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്നു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചക്രവർത്തി നജ്ജാശി വിവരം അറിയുന്നത്. അദ്ദേഹം വല്ലാതെ കോപിച്ചു. അബ്രഹത്ത് ഉൾപ്പെടെയുള്ളവരുടെ കമാൻഡറായിക്കൊണ്ടാണ് അറിയാത്തിനെ അയച്ചത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രാജാവിനെ അറിയിക്കുകയല്ലാതെ നേരിട്ടത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കില്ലല്ലോ. അതുകൊണ്ട് അബ്രഹത്തിനോട് കോപിക്കുകയും അദ്ദേഹത്തിനെതിരിൽ നടപടിയെടുക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. ഈ വിവരം അറിഞ്ഞ ബുദ്ധിമാനായ അബ്രഹത്ത് തൻ്റെ തലമുടി പൂർണ്ണമായും മുണ്ടനം ചെയ്ത് ഈ യമനിലെ ഒരു കൊട്ട നിറയെ മണ്ണ് വാരി ആ മണ്ണിൽ ഈ മുടിയിട്ട് ഒരു വലിയ വിശദമായ ഒരു കത്തും ചക്രവർത്തിക്ക് അയച്ചു. അതിൽ പറയുന്നു, മഹാനായ രാജാവേ, ഞാനും അറിയാത്തും ഈ സൈന്യങ്ങളൊക്കെ താങ്കളുടെ അടിമകൾ മാത്രമാണ്. താങ്കളുടെ കൽപ്പന ശിരസാവഹിച്ച് താങ്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യലല്ലാതെ ഞങ്ങൾ ആരും ഇവിടെ അധികാരികളായിട്ടില്ല. പക്ഷേ അറിയാത്തിൻ്റെ ചില നീക്കങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഹബശികളെ ഭിന്നിപ്പിക്കുകയും രണ്ടി ചേരിയാക്കി തിരിക്കുകയും ചെയ്തപ്പോൾ അത് നമ്മുടെ നാട്ടിൻ്റെ നന്മക്ക് ഗുണകരമല്ലല്ലോ എന്ന് മനസ്സിലാക്കി രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിന് കൂട്ടാക്കാതെ അനിവാര്യമായി വന്ന ഒരു സംഘട്ടനമാണ്. മാത്രമല്ല, രാജാവ് എനിക്കെതിരെ ശപഥം ചെയ്തു എന്ന് കേട്ടപ്പോൾ ഞാനിതാ അങ്ങയുടെ മുന്നിൽ എൻ്റെ മുടിമുണ്ടനം ചെയ്തുകൊണ്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ തല താങ്കളുടെ കയ്യിൽ തന്നു എന്നാണ്. ഒരു കൊട്ട മണ്ണ് ഞാൻ കൊടുത്തയക്കുന്നത് എൻ്റെ മണ്ണിൽ, ഈ മണ്ണിൽ അവിടുത്തെ തിരുപാദം വെക്കണം. അങ്ങനെ വന്നാൽ ഈ മണ്ണ് അങ്ങയുടെ തിരുപാദത്തിൻ്റെ കീഴിലാണ് എന്നും ഞാൻ അങ്ങയുടെ അടിമയാണ് എന്നും താങ്കൾക്ക് മനസ്സിലാക്കാം. ഇത് കത്ത് കിട്ടിയപ്പോൾ രാജാവിന് അത് ബുദ്ധിയായി തോന്നി. അങ്ങനെ യമനിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അബ്രഹത്തിന് ഹബശ രാജാവ് അനുവാദം കൊടുത്തു. അങ്ങനെ ആ പ്രശ്നമൊക്കെ തീർന്നു. ഇയാള് യമനികളായ അറബികളൊക്കെ ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും കൂടെ കൂടെ മക്കയിൽ പോകുന്നത് കണ്ടപ്പോൾ അയാളുടെ മതബോധം മറ്റൊരു നിലക്കാണ് ചിന്തിച്ചത്. എന്തിന് മക്കയിൽ പോകണം? നമ്മളൊക്കെ നസ്രാക്കളല്ലേ,
അവിടുത്തെ അറബികളും നസറാക്കളാന്ന്. പിന്നെ എന്തിനാ മക്കയിൽ പോകുന്നത്? അങ്ങനെ അറബി ലോകത്ത് കേൾവി പോലുമില്ലാത്ത ആശ്ചര്യകരമായ ഒരു കനീസ ക്രിസ്തീയ ചർച്ച് അബ്രഹത്ത് പണി കഴിപ്പിച്ചു. അതിനതിനാൾ പ്രധാനമായും ഉപയോഗിച്ചത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന ബൽക്കീസിൻ്റെ സഭാ കൊട്ടാരത്തിലെ നിക്ഷേപങ്ങളായിരുന്നു. അവിടുത്തെ അതുല്യങ്ങളായ മാർബിളുകളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കിനാദികളും മറ്റലങ്കാര വസ്തുക്കളും ഒക്കെ കൊണ്ടുവന്ന് അറബി ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത വമ്പിച്ച ഒരു കനീസ നിർമ്മിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ യമനികളായ അറബികളോട് പറഞ്ഞു, ദൈവത്തിനെ പൂജിക്കാനും ആരാധിക്കാനും നമുക്ക് ഇവിടെ വന്നാൽ മതി. അതുകൊണ്ട് ഇന്നു മുതൽ യമനിൽപ്പെട്ട ഒരു അറബിയും തന്നെ മക്കയിലേക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി പോകേണ്ടതില്ല. കുല്ലൈസ് എന്നാണ് അയാൾ അതിന് പേരിട്ടത്. കുല്ലൈസിൽ വന്ന് ഇബാദത്ത് ചെയ്താൽ മതി. രാജാവല്ലേ എന്നുള്ള ആൾക്ക് സാധാരണക്കാർക്കൊന്നും പറയാൻ കഴിയില്ല. ഇത് മണത്തറിഞ്ഞ കിനാനത്ത് ഗോത്രത്തിൽപ്പെട്ട ഒരു അറബി രാത്രി ആളൊഴിഞ്ഞ സമയത്ത് പോയിട്ട് ഇയാളുടെ കുല്ലൈസ് പള്ളിയിൽ മലവിസർജനം നടത്തുകയും അവരുടെ കിബിലയുടെ ഭാഗത്ത് ഈ മലം കൊണ്ട് അഭിഷേകം ചെയ്യുകയും ചെയ്ത് രാക്കിരാമാനം അയാൾ നാടുവിട്ടു. കാലത്തെ കനീസ തുറന്ന് പൂജിക്കാൻ വേണ്ടി വന്ന അച്ഛന്മാരും വിശ്വാസികളും കാണുന്നത് ഈ വല്ലാത്ത ഒരു അനുഭവമാണ്. കുല്ലൈസ് പള്ളിയുടെ കിബിലയുടെ ഭാഗം മലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട് അവരുടെ മദ്ബഹ ഉൾപ്പെടെ മലിനമാക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ രാജാവ് അന്വേഷണത്തിന് വെച്ചു. അന്വേഷണത്തിൽ പിടികിട്ടി അറബികളിൽപ്പെട്ട ഈ കഅബ ഷരീഫിൻ്റെ ആളുകളാവുന്ന അറബികളിൽപ്പെട്ട ഒരാളാണ് ഇത് ചെയ്തത്. അങ്ങനെയാണ് ഇയാൾ കഅബ ഷരീഫ് പൊളിച്ച് ഇനി മേലിൽ കഅബ വേണ്ട, കുല്ലൈസ് മതി, അതുകൊണ്ട് അവിടെയുള്ള ഹറമിലും മക്കത്തുള്ള അറബികളൊക്കെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ ഇങ്ങോട്ട് വരട്ടെ. ആ കഅബ അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ കുല്ലൈസ് ഈ നിലക്കും അവഹേളിക്കപ്പെട്ടത് എന്ന നിലക്ക് അയാൾ ശപഥം ചെയ്തു കഅബ പൊളിക്കുന്നു. അങ്ങനെ ഈ അദ്ദേഹം സൈനിക നീക്കങ്ങൾ നടത്തുന്നത് അറിഞ്ഞപ്പോൾ യമനിലും പരിസര പ്രദേശത്തും ഉണ്ടായിരുന്ന അറബി നേതാക്കന്മാര് ഒരുമിച്ച് കൂടി അറബി സൈന്യങ്ങളെ കൂട്ടി ഇദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ചുരുക്കി പറയാൻ, ആ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുകയും അതിന് നേതൃത്വം വഹിച്ച അറബി നേതാവിനെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. അയാളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അയാൾ പറഞ്ഞു, മഹാരാജാവേ, എന്നെ കൊല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കതായിരിക്കും ഹൈർ. കാരണം അറബി പ്രദേശത്തെ പറ്റിയും അറബി ഗോത്രങ്ങളെ പറ്റിയും നന്നായി അറിയാം എനിക്ക്. നിങ്ങളുടെ യാത്രയിൽ എന്നെ ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ വലിയ ശാന്തനായിരുന്നു ഇയാൾ. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ ശാന്തശീലനായിരുന്നു. ഇങ്ങനെയൊക്കെ തനിക്കെതിരെ സൈനിക നീക്കം നടത്തുകയും യുദ്ധം ചെയ്യുകയും ചെയ്തെങ്കിലും അവരുടെ നേതാവിനെ തടവുകാരനായി തൻ്റെ കൂടെ കൂട്ടി. അങ്ങനെ പോയി 3 പ്രാവശ്യം വിവിധ പ്രദേശങ്ങളിൽ നിന്നിട്ടായി ശക്തമായ എതിർപ്പ് നേരിടുകയും ആ എതിർപ്പിലൊക്കെ അബ്രഹത്തും പടയാളികളും വിജയിക്കുകയും ചെയ്തു. കാരണം ഇവരുടെ കൂടെ ആനപ്പടയുണ്ടായിരുന്നു. അറബികൾക്ക് പരിചയമില്ലാത്തതാണത്. ഇവരുടെ അഭിഷേകിൽ നിന്നിട്ട് വന്ന ആ ശീലമല്ലാതെ അറബികൾക്ക് ആനയത്തിൻ്റെ പരിചയമില്ല. ആനപ്പട എന്നിട്ടല്ലേ. മുമ്പ് മദീനത്ത് ആനാനെ കണ്ടിട്ട് സ്ത്രീകൾ പറഞ്ഞു, ഇത്രേ ഇത് അള്ള പടച്ച പടപ്പുകളിൽപ്പെട്ട പടപ്പ് തന്നെയല്ലേ, അതല്ല ഞമ്മക്കാർക്കും പരിചയമില്ലാത്ത വേറെന്തോ സാധനമാണോ. കാരണം ആനയെ പറ്റിയിട്ട് ഒരു പരിചയവും ഇല്ല. പക്ഷേ ആനപ്പടനെ നേരിടാൻ യഥാർത്ഥത്തിൽ അഭിഷേകൾ ഉപയോഗിക്കാൻ പൂച്ചനെയാണ്. അത് രസമാണ്. ആന ഭീമാകാരനാണ്, വലിയ ശക്തിയുള്ളതാ. പൂച്ചനാണ് മുന്നോട്ട് വിട്ടാൽ മതി. ആന കാണുമ്പോൾ പൂച്ചക്കുണ്ട് ഒരു ചിറക്കൽ, അത് കണ്ട ആന വരളും. അതൊന്നും അറബിയൊക്കെ അറിയില്ല. അങ്ങനെ ഈ ആനപ്പടയുടെ മുന്നേറ്റത്തിൻ്റെ മുന്നിൽ അറബി സൈന്യങ്ങളൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ 3 പ്രമുഖ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. തായിഫിലെത്തിയപ്പോൾ അവർ കാട്ടിയ പണി
അവരാദ്യം തന്നെ ചെന്നിട്ട് അവരുടെ പ്രതിനിധികൾ ചെന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ നിങ്ങളോട് എതിർക്കുന്ന ആളല്ല, നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായവും ഞങ്ങൾ ചെയ്തു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഅബ ശരീഫിനോട് ഉള്ളിൽ അസൂയുണ്ട്. കാരണം അവര് താവൂത്തായിട്ട് കഅബമായിട്ട് നിർമ്മിച്ച് പൂജിക്കുന്ന ലാത്ത, അതാണ് അവരുടെ യഥാർത്ഥ കഅബ. ലാത്ത ത്വായിഫുകാരുടെ അഥവാ സഖീഫുകാരുടെ കഅബ ഇലാഹാണ്. ആ ഇലാഹിനെ വെച്ച് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഈ ലാത്തയുടെ തൗത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അവര് പറഞ്ഞു, ഞങ്ങൾ ആ കഅബത്തിന്റെ ആളല്ല, അതിനെ പൂജിക്കുന്നവരുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സുരക്ഷിതമായ വഴി കാണിച്ചു തരാൻ ഞങ്ങളൊരാളെ തരാം. അങ്ങനെ കൂട്ടത്തിലെ പ്രമുഖനായ അബൂർഹാൽ എന്ന് പറയുന്ന സഖീഫ് ഗോത്രക്കാരൻ അബ്രഹത്തിന് വഴി കാട്ടാൻ പോയി. ആദ്യം തന്നെ കുരങ്ങ് തെങ്ങുമ കയറും. തെങ്ങുമ കയറുന്ന കുരങ്ങിന് പിന്നോട് കോടിയിലും വെച്ചു കൊടുത്താലോ എന്ന് പറഞ്ഞേക്ക് അബ്രഹത്തും കൂട്ടർ ആദ്യം തന്നെ കഅബം പൊളിക്കാൻ വരികയാണ്. വരുന്ന വൈക്കല് അബൂർഹാൽ എന്ത് ചെയ്യുകയും ചെയ്തു, വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തേക്ക് എത്താൻ സമ്മതിച്ചില്ല. അതിൻ്റെ മുമ്പ് അയാൾ വഴിയിൽ വെച്ച് മരണപ്പെടുകയും ആ മരണപ്പെട്ട അവിടെ തന്നെ അയാളെ മറമാടപ്പെടുകയും ചെയ്തു. പിന്നീട് അറബികൾ അതിനെ പോകുമ്പോഴും വരുമ്പോഴും അവരുടെ ഹജ്ജായിട്ട് കാണുന്നതാണ് മിനയിൽ കല്ലെറിയും പോലെ അബൂർഹാലിന്റെ ഖബറിന് കല്ലെറിയാൻ ഞാൻ അതിലോട്ട് പോയാൽ സയ്യാവൂല. അത് അള്ളാഹു തആല കൊടുത്ത അബൂർഹാൽ രണ്ടുണ്ട് കേട്ടോ. ചരിത്രം വായിച്ച് പരിചയമുള്ളവർ തെറ്റിദ്ധരിക്കരുത്. പണ്ട് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ അള്ളാഹു തആല ഹലാക്കാക്കിയത് രണ്ട് രീതിയിലാണ്. ഒന്ന്, മുത്തഫിക്കാത്ത പട്ടണത്തെ എടുത്ത് കീഴ്മേലായി മറിച്ചിട്ട് കൊണ്ട് ഹലാക്കാക്കി, പുറത്തുള്ളവരെ കല്ലുമഴ വർഷിച്ചിട്ട് ഹലാക്കാക്കി. അങ്ങനെ ഈ അബൂർഹാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആള്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ്. അങ്ങനെ ഈ അബൂർഹാൽ ഹറമിലായിരുന്നു. അപ്പോൾ ഈ അദാബ് ഇറങ്ങുന്ന സമയത്ത് മക്കത്തെ ഹറമിലാണ് അയാള്. അങ്ങനെ ഇയാള് ഹറമ് വിട്ട് പുറത്തു പോയി ത്വായിഫിന്റെ വഴിയിലെത്തിയപ്പോഴേക്ക് കല്ലുകൊള്ളുകയും അയാൾ മരണപ്പെടുകയും ചെയ്തു. അയാളെ കുഴിച്ചിട്ട സ്ഥലത്ത് എത്തിയപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിലേക്ക് പോകുന്ന സമയത്ത് കാണാം കല്ലെറിയുന്ന മറ്റൊരു സ്ഥലമാണ് അബൂർഹാലിന്റെ ഖബർ. ഈ അബൂർഹാലിന്റെ ഖബർ കല്ലെറിയുന്ന അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് കല്ലേറ് കൊണ്ട് മരിച്ച അബൂർഹാലാണ്. അതിൻ്റെ ഒരു തെളിവും പറഞ്ഞുതരാം. ഇയാൾ അവിടുത്തെ വലിയൊരു നേതാവായിരുന്നു. അതുകൊണ്ട് അയാള് മുത്ത് പതിച്ച സ്വർണം കൊണ്ടുള്ള ഒരു വടിയും പൊന്നുകൊണ്ടുള്ള ഒരു അരിവാളും അയാളുടെ കൈവശമുണ്ട്. ഖബർ മാന്തി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കാണാം. സഹാബത്ത് മാന്തി എടുത്തു. അനിമത്താണല്ലോ, സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. സ്വർണം കൊണ്ട് ഉള്ള വടി, അതിൽ മുത്തും രത്നങ്ങളും പതിച്ച വടിയായിരുന്നു. ഒരു സ്വർണം കൊണ്ടുള്ള അരിവാളും. അപ്പൊ രണ്ട് അബൂർഹാലും രണ്ടാണ്. അയാളുടെ കൂട്ടത്തിൽ അയാളുടെ പാരമ്പര്യമാണത്രേ തായിഫിലെ സഖീഫുകാർ എന്ന് പറയും. എന്നാൽ ഇക്കാലത്തുണ്ടായിരുന്ന സഖീഫുകാരുടെ നേതാക്കളിൽപ്പെട്ട ഈ നേതാവിൻ്റെയും പേര് യാദർച്ഛികമായി അബൂർഹാലി എന്നായി കഴിഞ്ഞു. അങ്ങനെ അപ്പൊ രണ്ടാൾ തന്നെയാണ്. പക്ഷെ ഇവിടെ അബൂർഹാലാണ് വയ്യാനിക്കാൻ പോയത് അട്ടച്ചിരിക്കിട്ട്. അങ്ങനെ മക്ക ഷരീഫിൽ എത്തുന്നതിന് മുമ്പ് ഹറമിന്റെ പുറത്ത് തമ്പടിച്ചിട്ട് ആദ്യം തന്നെ അദ്ദേഹം പ്രതിനിധികളെ വിട്ടിട്ട് ഖുറൈശി ഗോത്രത്തിലെ എല്ലാ നേതാക്കന്മാരെയും സമീപിച്ചിട്ട് താൻ വന്ന യാത്രാ ഉദ്ദേശം പറഞ്ഞു. എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല, നിങ്ങളോട് എനിക്ക് ഒരു ശത്രുതയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, എനിക്ക് എൻ്റെ ദീന്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് എൻ്റെ ഖുല്ലൈസ് എന്ന് പറയുന്ന പള്ളി മലിനമാക്കിയത് കൊണ്ട് അതിന് പ്രതികാരം ചെയ്യാൻ ഞാൻ സത്യം ചെയ്തതാണ്. നിങ്ങളുടെ കഅബ ഞാൻ പൊളിക്കും. അതിന് നിങ്ങൾ തടസ്സം നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ യാതൊരു വഴക്കുമില്ല. നിങ്ങൾക്ക് നിങ്ങളെ മാർഗം തിരിച്ചിരിക്കാം. ഞാനത് പൊളിച്ച് ഞാൻ തിരിച്ചു നാട്ടിൽ പോകും. അപ്പോൾ ഇവർ കൂടിയാലോചിച്ച് എന്താ പറയേണ്ടത്. നാട്ടിലെ നേതാവായ അബ്ദുൽ മുത്തലിബ് തങ്ങളോട് അന്വേഷണം പറഞ്ഞു, ഞമ്മക്ക് ഖുറൈശികൾ വളരെ കുറഞ്ഞ അംഗസംഖ്യയുള്ളൂ. ഈ ആനപ്പട ഉൾക്കൊള്ളുന്ന 10,000-ഓളം വരുന്ന സൈന്യത്തെ നേരിടാനുള്ള യാതൊരു കുതിരത്തും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ദൂതനോട് പറഞ്ഞയച്ചു, ഞങ്ങളതിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങളെ തടയാനോ ഉദ്ദേശിച്ചിട്ടില്ല.
ഞങ്ങൾക്കതിന് സാധ്യവുമല്ല. ജനങ്ങളോട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? നമ്മളെ വീട് പൊളിക്കാനും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ജീവൻ കൊടുത്തത് സംരക്ഷിക്കും. എങ്കിൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വീടാണ് കഅബ. ഇതിന് ചുറ്റും താമസിക്കുന്ന ഖുറൈശികൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അവന്റെ ബന്ധുക്കളാണ്. ഇത് സംരക്ഷിക്കേണ്ട കഴിവ് അള്ളാഹ്ക്കുള്ളൂ, നമുക്കില്ല. അത് അള്ളാഹു തആല ചെയ്തോളൂ, നിങ്ങൾ അക്കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആളുകളെ വിട്ടിട്ട് ഒരു കാരണം കിട്ടണമല്ലോ. വെറുതെ ഒരു നാട്ടിൽ പോയി ആക്രമിക്കാൻ പറ്റുമോ? കാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയാള് കുറച്ച് പട്ടാളക്കാരെ വിട്ടിട്ട് അറബികളുടെ കുറേ ഒട്ടകങ്ങളെ കൊള്ള ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ 200 ഒട്ടകം അബ്ദുൽ മുത്തലിബ് തങ്ങളത് മാത്രമുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിനിധികൾ പോയ കൂട്ടത്തിൽ സംസാരിച്ചപ്പോൾ അയാളുടെ ദൂതൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിന് എതിർപ്പൊന്നുമില്ല, നിങ്ങൾ തടയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ മഹാരാജാവ് നിങ്ങളോട് ഉപദ്രവിക്കില്ല, അബ്രഹത്തിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് യാതൊരു എതിർപ്പും ഉണ്ടാവുകയില്ല. തന്നെയുമല്ല, മക്കയിലെ നേതാവിനെ നേരിട്ട് സംഭാഷണം നടത്താനും ചെയ്യാനും ചക്രവർത്തി കൂട്ടിവരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് അബ്ദുൽ മുത്തലിബാണ്, അദ്ദേഹം വരട്ടെ. അങ്ങനെ പ്രതിനിധികളുടെ കൂട്ടത്തിൽ മഹാനായ അബ്ദുൽ മുത്തലിബ് ചെന്നു. അബ്ദുൽ മുത്തലിബിനെ കണ്ടാൽ ഏത് ചക്രവർത്തിയും എഴുന്നേറ്റ് നിൽക്കും. അത്രയും വലിയ ഹൈബത്തുള്ള മനുഷ്യനാണ്. പ്രത്യേകമായ സൗന്ദര്യത്തിന്റെ മാത്രമല്ല, ഗാംഭീര്യത്തിന്റെ രാജകീയമായ ഒരു പ്രൗഢി പ്രകൃതിപരമായി തന്നെ അല്ലാഹു തആല അബ്ദുൽ മുത്തലിബിന് കൊടുത്തിരുന്നു. അങ്ങനെ അബ്രഹത്തിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴാണ് സമ്മതപ്രകാരം അബ്ദുൽ മുത്തലിബ് നേരെ ദർബാറിലേക്കാണ് കയറുന്നത്. കണ്ട മാത്രയിൽ അറിയാതെ അബ്രഹത്ത് എഴുന്നേറ്റ് പോയി. പിന്നെ അയാൾ ചിന്തിച്ചു, ഇദ്ദേഹത്തെ ഇരുത്തേണ്ടത് തൻ്റെ കൂടെ സിംഹാസനത്തിലാണ്. അറബി നേതാവിനെ എൻ്റെ കൂടെ സിംഹാസനത്തിലിരുത്തുന്നത് കണ്ടാൽ ഹബശികൾ തെറ്റിദ്ധരിക്കും. പക്ഷെ അയാളെ താഴെ ഇരുത്തി ഞാൻ സിംഹാസനത്തിലിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അത്രയും വലിയ മഹാനാണ് അദ്ദേഹം. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? നല്ല രാജകീയമായ പിരിപ്പ് വിരിച്ച് നിലത്ത് അവിടെ ഇരുന്നു. അബ്ദുൽ മുത്തലിബിനെ തൊട്ടടുത്തിരുത്തി. അയാൾക്ക് അറബിയൊന്നും അറിയില്ല, ഹബശിയാണല്ലോ. അവരുടെ ഭാഷ അറബിയായിട്ട് അടുപ്പുണ്ടെങ്കിലും അറബിയല്ല. ദ്വിഭാഷിയെ വെച്ചിട്ട് സംസാരിപ്പിച്ചു. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഞാനിങ്ങനെ ഇന്ന ഉദ്ദേശം വെച്ച് കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ കഅബ പൊളിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തി യമനിലേക്ക് ആരാധനാ കേന്ദ്രം മാറ്റുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങളോട് യാതൊരു വിരോധമോ എതിർപ്പോ എനിക്കില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. അബ്ദുൽ മുത്തലിബ് ഈസി ആയിട്ട് പറഞ്ഞു, ഞാൻ വന്നത് ഇവിടുത്തെ കുട്ടികൾ വന്നിട്ട് ആരോ ഒക്കെ എൻ്റെ കുറച്ച് ഒട്ടകങ്ങൾ, ഒരു 10-200 ഒട്ടകങ്ങൾ പിടിച്ചു കൊണ്ടുപോകുന്നു, അത് തിരിച്ചു കിട്ടണം എന്ന് പറയാൻ വന്നതാണ്. ഇയാൾ ഇടിവെട്ടേക്കായിപ്പോയി. എന്താണ് ഈ കേൾക്കുന്നത്? ഇത്രയും യോഗ്യനായ ഒരു മാന്യൻ കേവലം 200 ഒട്ടകത്തെ പിടിച്ചുകൊണ്ടുവന്ന വിഷയ പറയുന്നത് ആരോട്? കഅബ പൊളിക്കാൻ വന്നവനോട്. തുറന്നു തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾക്ക് വലിയ മതിപ്പും ആദരവും ബഹുമാനവും എനിക്ക് തോന്നിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കഅബയുടെ കാര്യം വരെ പറഞ്ഞാൽ എനിക്കത് തള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്കതൊന്നുമല്ല വിഷയം. നിങ്ങളുടെ മതത്തിൻ്റെ ചിഹ്നമായ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ആരാധനാ കേന്ദ്രമായ കഅബ പൊളിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. നിങ്ങൾക്ക് ആകെ ഉള്ളത് നിങ്ങളെ 200 ഒട്ടക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മനസ്സിലും എൻ്റെ ദൃഷ്ടിയിലും ഒന്നുമല്ലാതായിരിക്കുന്നു. പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ അയാൾ ഒട്ടകം തിരിച്ചു കൊടുക്കുകയായിരുന്നു. അതിന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞേ, നിങ്ങളെ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങളുടെ മതത്തിൻ്റെ ചിഹ്നമാണ്, ഞങ്ങളുടെ ഇലാഹാവുന്ന റബ്ബിൻ്റെ ഭവനമാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ കേന്ദ്രമാണ്, ഒക്കെ ശരിയാ. പക്ഷെ ഞങ്ങളതല്ല. അതിനൊരു യജമാനുണ്ട്. ആ യജമാനൻ അത് സംരക്ഷിക്കും. അതിനക്രമിക്കാവുന്നവരെ തടയിൽ അവനാണ്. ഈ ഒട്ടകത്തിൻ്റെ ഉടമക്കാരൻ ഞാനാണ്, അത് സംരക്ഷിക്കേണ്ടത് ഞാനാണ്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മറ്റ്. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാൽ ആ ഇലാഹി എന്നെ തടയില്ല. അന്തവതാക്ക നിങ്ങൾ കണ്ടുകൂട്ടിക്കോളി, അത് ഞാൻ അറിയണ്ടല്ല. അള്ളൊന്നും ചെയ്യൂലെന്ന് ഞാനല്ല തീരുമാനിക്കണ, അള്ളയാണ്. അന്തവതാക്ക നിങ്ങൾ കണ്ടുകൂട്ടിക്കോളി. ഇയാള് ഓട്ടവും വാങ്ങി തിരിച്ചു വന്നിട്ട് ഖുറൈശികളെല്ലാം വിളിച്ചു വിട്ടിട്ട് പറഞ്ഞു, മക്കളെ, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, എല്ലാവരും പരിശുദ്ധമായ മക്കയിൽ നിന്നിട്ട് തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കണം, വല്ല കുന്നിലും മലയിലും പോയി അഭയം തേടിക്കൊള്ളണം എന്ന് പറഞ്ഞു. ആളുകളൊക്കെ സജ്ജരാക്കിയതിന് ശേഷം എല്ലാ ഗോത്രത്തലവന്മാരെയും കൂട്ടി പരിശുദ്ധ കഅബ ഷരീഫിന്റെ അരികെ വന്ന് അബ്ദുൽ മുത്തലിബ് എല്ലാം പിടിച്ച് ദുആ ചെയ്തു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഭവനമാവുന്ന, അതൊക്കെ ഓൽക്കറിയാം, ഇബ്രാഹിമിന്റെ അതൊക്കെ മറന്നു വീഴുന്നുള്ളൂ, ഇലാഹാവുന്ന കഅബത്തിന്റെ ഉടമയാവുന്ന അള്ളാഹുവേ, ഈ വന്ന ശത്രുവിനെ തടയാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല, ഞങ്ങൾ നിസ്സഹായരാണ്. നിന്റെ വീടും നിന്റെ ജാറുകളും അയൽവാസികളുമാവുന്ന ഈ കഅബയെയും ഈ ഖുറൈശിയെയും നീ സംരക്ഷിക്കുന്നെങ്കിൽ അല്ലാതെ ഞങ്ങളോടൊന്നിനും കഴിയില്ല. അതുകൊണ്ട് നിന്റെ വേണ്ടുകയെന്തോ അവനെ പൊളിക്കാൻ വിടാനാണോ ഉദ്ദേശമെങ്കിൽ ഫാംമാബാദാലക്ക് നിന്റെ വേണ്ടുകയാണ്, ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. പക്ഷേ ഞങ്ങളൊക്കെ ഒരു ശൈലിയുണ്ട്, ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ കുടുംബത്തിലും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ ജീവൻ കൊടുത്തും ആ അക്രമിയെ തടയും എന്നതുപോലെ നിന്റെ വീട്ടിനെയും നിന്റെ വീട്ടിൻ്റെ അഹിലുകാരെയും ആക്രമിക്കാൻ വന്നവരെ തടയാൻ നിനക്കേ കഴിയൂ, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് കഅബത്തിന്റെ ഖില പിടിച്ച് ദ്വാരുന്നതിന് ശേഷം അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് എല്ലാവരും പോയി കളിയാണ്. എല്ലാവരും പോയി, ഒക്കെ കുന്നുമ്മലും മലമ്മലും ഒക്കെ ആയി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാജാവ് പട്ടാളവുമായിട്ട് മുന്നോട്ട് പോരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പം ആനപ്പടയുടെ മുന്നിൽ മഹ്മൂദ് എന്ന പേരിൽ അസാധാരണമായ ഒരു ആനയുണ്ട്. ബാക്കി ഏതാനകളും അതിനെ സംബന്ധിച്ച് ഒന്നുമല്ല, അത്രയും വലിയ ഗജവീരൻ ഒന്ന് മുന്നിലുണ്ട്. പക്ഷേ ഈ ആന അവിടെ കിടന്നു. എന്തായാലും ആന തെളിച്ചാൽ ഇടത്തോട്ട് വിളിച്ചാൽ പോവും, വലത്തോട്ട് വിളിച്ചാൽ പോവും, പിന്നോട്ട് വിളിച്ചാലും പോവും. മുന്നോട്ട് വിളിച്ചാൽ ആന അവിടെ കിടക്കും. പഠിച്ച പണി 18 പാറ്റി തോട്ടിക്കൊണ്ട് കാത് കീറി മർമ്മങ്ങളിൽ കുത്തി അനങ്ങിയില്ല. ഇങ്ങനെ തൊളിക്കലും ക്ഷണിക്കലും ഒരുക്കുമായിട്ട് നിൽക്കുമ്പോൾ ഹറമിന്റെ അതിർത്തിയിൽ കയറിയിട്ടില്ല. അതിന് മുമ്പാണ് അല്ലാഹു തആല പറഞ്ഞത്, എവിടെയോ കടലിന്റെ ഭാഗത്തിരുന്ന് കുരുവി പക്ഷികളാവുന്ന കൂട്ടം കൂട്ടമായുള്ള പക്ഷിക്കൂട്ടം അതാ അങ്ങനെ പറന്നു വരുന്നു. ആ പറന്നു വരുന്നത് കണ്ടപ്പോൾ മലമുകളിൽ കയറി അഭയം തേടി അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വന്നു കഴിഞ്ഞു, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആരും താഴെ ഇറങ്ങി പോകരുത്. അങ്ങനെ പക്ഷികൾ 2 കാലിൽ ഓരോ കല്ലുകളും കൊക്കിലൊരു കല്ലുമായിട്ട് ഒരു പക്ഷി 3 കല്ല് വഹിച്ചു കൊണ്ടുവന്ന് ആ ഓരോ കല്ലിലും ആരുടെ ശിരസിലാണ് വീഴേണ്ടതെങ്കിൽ അവരുടെ പേര് കൊത്തപ്പെട്ടിരുന്നു. ഇതിനിടയ്ക്ക് അബ്ദുസലാം സാർ ഒരിക്കൽ പറയുണ്ടായി, ഈ ഖുർആൻ ആയത്തിന് ഖുർത്തുബി കൊടുത്ത തഫ്സീർ വെച്ചിട്ടാണ് ശാസ്ത്രലോകം ചില മിസൈലുകൾ അതിനെ വിക്ഷേപണി തറയിൽ നിന്ന് വിട്ടാൽ എവിടെ പോയി വീഴണമെന്ന് ആ മിസൈലിൽ കുത്തിവെക്കുന്നുണ്ട്, കൃത്യമായി ആ സ്ഥലത്ത് പോയിട്ട് അത് വീഴും. ഈ രീതിയിൽ മിസൈല് അല്ലാഹു തആല അബാബീൽ പക്ഷികൾ അയച്ച് തലയിൽ വീണാൽ നേരെ ഉള്ളിലൂടെ തുളച്ചു വന്ന് പിന്ദ്വാരത്തിലൂടെ താഴെ വീണു. അങ്ങനെ കുറെ ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. ബാക്കിയുള്ളവർ ജീവച്ചവങ്ങളായി പിന്നോട്ടോടി. കൂട്ടത്തിൽ അബ്രഹത്തിന്റെ ശരീരത്തിലും ഒരു കല്ല് വീണു, അയാൾ മരിച്ചില്ല. ആദ്യം കുഷ്ഠം ബാധിച്ചവനെ പോലെ വിരലിന്റെ കണിപ്പുകൾ മുറിഞ്ഞ് വിരലെല്ലാം മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യും കാലിന്റെ വിരലെല്ലാം മുറിഞ്ഞു കഴിഞ്ഞപ്പം കയ്യിന്റെ പത്തിയിൽ നിന്നിട്ട് മുറിഞ്ഞു, പിന്നെ കൈമുട്ടിൽ നിന്ന് മുറിഞ്ഞു. അവയവങ്ങൾ ഇങ്ങനെ മുറിഞ്ഞു പോവുക. അതിൻ്റെ ഇടക്ക് വഴിയിൽ വെച്ചിട്ട് ഓരോരുത്തർ മരിക്കുന്നു. ജീവച്ചവങ്ങളായി വിരലെണ്ണാവുന്ന ഏതാനും ആളുകളും അബ്രഹത്തും തലസ്ഥാനമാവുന്ന സന്നായിലെത്തിയപ്പോൾ
അദ്ദേഹവും തൻ്റെ മരണപ്പെട്ടു. ഇങ്ങനെ ഈ സംഭവത്തെക്കുറിച്ചാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന ആയത്ത് ഇറങ്ങുന്നത്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പാണ്. എത്ര ദിവസം മുമ്പാണെന്നുള്ളത് പല അഭിപ്രായങ്ങളുണ്ട്. 50 വർഷം മുമ്പാണെന്നും 90 വർഷം മുമ്പാണെന്നും 1 വർഷം മുമ്പാണ്, പല അഭിപ്രായങ്ങളുണ്ട്. പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷം പറയുന്നത് ജനിക്കുന്നതിൻ്റെ ഏകദേശം 50 ദിവസം മുമ്പാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായാലും ആട്ടെ, നബി തങ്ങളുടെ ജനനത്തിന് മുമ്പായി സംഭവം. ഇതോടുകൂടി അറബി ലോകം മൊത്തം ഒരു സംഗതി വിശ്വസിച്ച് കഴിഞ്ഞു. ഖുറൈശികൾ അള്ളാഹുവിൻ്റെ അയൽവാസികളാണ്, ജാറുല്ലാഹിയാണ്, അള്ളാഹുവിൻ്റെ അയൽവാസികളാണ്. കഅബ ഷരീഫ് അള്ളാഹുവിൻ്റെ ഭവനമാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തെയോ അള്ളാഹുവിൻ്റെ ജീറാനിനെയോ ആരുപദ്രവിക്കുന്നോ അവരെ അള്ളാഹു നേരിട്ട് ഹലാക്കാക്കും. അപ്പൊ നേരത്തെ തന്നെ കഅബത്തിന് ഇങ്ങനെ പല ചരിത്രങ്ങളുണ്ട്. എന്നാൽ വിഷയത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കൊന്ന് പേടിച്ചിട്ട് ആ സമയമില്ലാത്തതുകൊണ്ട്, എന്നാൽ ഒരു സംശയമുണ്ട്. എന്നാ അങ്ങനെയാണെങ്കിൽ ഹജ്ജാജ് ബിൻ യൂസുഫ് മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ഈ കഅബത്തിന്റെ മുന്നിൽ വെച്ച് യുദ്ധം ചെയ്യുക മാത്രമല്ല, അബൂ ഖുബൈസിന്റെ മുകളിൽ തെറ്റുവില്ല് സ്ഥാപിച്ച് അതിൽ വലിയ തുണി കൊണ്ടുള്ള പന്തുണ്ടാക്കി ആ പന്ത് എണ്ണയിൽ മുക്കി തീ കത്തിച്ച് തെറ്റുവില്ല് കൊണ്ടിട്ട് ചവിട്ടി കഅബ ഷരീഫിനെ ആക്രമിച്ചു. കഅബ ഷരീഫിന്റെ കില്ലുകൾ മുഴുവനും കത്തിക്കരിഞ്ഞു പോയി. അതിനിടയിൽ ആകാശത്തിൽ നിന്നിട്ട് ഇടിത്തി വീണു. കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. അതിൽ കവിഞ്ഞ് ഹജ്ജാജ് ബിൻ യൂസുഫിനോ അയാളുടെ കൂടെ വന്ന സൈന്യങ്ങൾക്കോ കാര്യമായി ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവിടെ ജാഹിലികളായ അറബികൾ മാത്രം ജീവിക്കുന്ന സമയത്ത് അക്കാലത്തെ മതമാവുന്ന നസ്രാനികളാണല്ലോ വന്നത്. ഇവര് മുശ്രിക്കീങ്ങളല്ലേ. എന്നിട്ട് എന്ത്, ആ നസ്രാനികളെ അല്ലാഹു തആല ഹറമിൽ ചവിട്ടാൻ സമ്മതം കൊടുക്കാതെ ഹറമിന്റെ പുറത്തു വെച്ചലാക്കാക്കി. അല്ലെങ്കിൽ ഇവിടെ അല്ലേ അലാക്കാക്കുണ്ട്. അതുപോലെ തന്നെ ഹിജ്റ 300-ന്റെ ശേഷം 323-ലാണെന്നാണ് എൻ്റെ ഏകദേശ ഓർമ്മ, ഖറാമിത്തത്തിന്റെ ആക്രമണം നടത്തി കഅബ ഷരീഫിൽ തവാഫ് ചെയ്യുന്നവരും നിസ്കരിക്കുന്നവരും ഇത്തികാഫിരിക്കുന്നവരും ഖുർആൻ ഓതുന്നവരുമാവുന്ന ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊല്ലുകയും കഅബ ഷരീഫിന്റെ പരിശുദ്ധമായ ഹജറുൽ അസ്വദ് കുത്തി ദബ്ബൂസ് കൊണ്ട് കുത്തി പൊട്ടിച്ചെടുക്കുകയും അത് കൊണ്ടുപോയി 30 കൊല്ലം വരെ അവരുടെ നാട്ടിൽ വെക്കുകയും ചെയ്തിട്ട് എന്തേ അവർക്കൊന്നും സംഭവിച്ചില്ല. ആവശ്യമുള്ളപ്പോഴാണ് അല്ലാഹു തആല ഇടപെടുക. ഇപ്പുറത്ത് അറിവുള്ളവരും കഴിവുള്ളവരും ഉണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് നോക്കി നിങ്ങൾ, ജൂതന്മാരെ കയ്യിലല്ലേ ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. മസ്ജിദുൽ അഖ്സയിലേക്ക് കയറണമെങ്കിൽ വരെ പെർമിഷൻ കൊടുക്കണം. ആര്? ജൂതം പെർമിഷൻ കൊടുക്കണം. എല്ലാ ഗേറ്റിങ്ങിലും പട്ടാളക്കാർ, ജൂത പട്ടാളക്കാർ തോക്കുമായിട്ട് കിടക്കുക. എത്ര കൊല്ലായത്! എന്തൊക്കെ പോക്കിരിത്തരങ്ങളാണ് അവിടെ മസ്ജിദുൽ അഖ്സയിൽ നടക്കുന്നത്. അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ടല്ല, അള്ളാഹിന്റെ ആവശ്യമില്ല. അവിടെ പടപ്പുകൾക്ക് അല്ലാഹു തആല കഴിവും അറിവും കൊടുത്തിട്ടുണ്ട്. ഇന്ന് അറബി ലോകം ഒറ്റക്കെട്ടായി ഒരു നീക്കം നീങ്ങുകയാണെങ്കിൽ ഇസ്രായേൽ ലോകത്തുണ്ടാവുമോ? നമ്മളൊക്കെ ഉള്ളു തകരാറ. നമുക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ഇത് ഇർഹാസാണ്. വരാൻ പോകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി തിരിയാനും മക്കയുടെയും കഅബയുടെയും പ്രാധാന്യം വിവരമില്ലാത്ത ലോകത്ത് അറിയപ്പെടാനും കൂടി. അന്ന് മറ്റ് മാർഗങ്ങളില്ല. അന്ന് അവിടെ നബിമാരില്ല, കിതാബില്ല, പണ്ഡിതന്മാരില്ല. അപ്പോൾ നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനഹൃദയങ്ങളിൽ ഈ പ്രദേശത്തിനും ഈ സ്ഥാപനത്തിനും അംഗീകാരവും ആദരവും ലഭിക്കാൻ വേണ്ടി അള്ളാഹു നേരിട്ട് ചെയ്തതാണ്. അന്നല്ലാതെ അവിടെയുള്ള ആളുകളോടൊന്നും കഴിയില്ല. ആവശ്യമുള്ളപ്പോൾ അള്ളാഹു തആല ഇടപെടും, ആവശ്യമില്ലാത്തപ്പോൾ അള്ളാഹു തആല ഇടപെടൂല. അതന്നെയാണ് ചുരുക്കം. ഏതായാലും ഈ സംഭവം കൂടി കഴിഞ്ഞപ്പോൾ അറബികൾക്കും അല്ലെങ്കിൽ തന്നെ പൊതുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ ലോകത്ത് മൊത്തമുണ്ട്. ആ ഭാഗം അടുത്ത് പറയാം. മൊത്തം മശ്രിഖ് മഗ്രിബിടയിലുള്ള ലോകത്ത് ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു രക്ഷകൻ, അന്ത്യപ്രവാചകൻ ആഗമനം അടുത്തു എന്ന ധാരണ
ലോകത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണ് എവിടെയാണെന്നുള്ളതും വിശദമായിട്ട് കൃത്യമായി അറിയില്ല എന്ന് മാത്രം ചുരുക്കട്ടെ. അത് കഴിഞ്ഞ് ആമിന ബീവി അന്ന് ഗർഭിണിയാണ്. ഈ അവസാനം പറഞ്ഞ കൗലനുസരിച്ചാണ് പ്രസവിക്കാൻ അടുത്തായിരിക്കും. കല്യാണം കഴിഞ്ഞ് വീട് കൂടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ തന്നെ ഗർഭധാരണം നടന്നു. പിന്നീട് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോന്നു. ഷാബിൽ ബനു ഹാഷിം എന്ന് പറയുന്ന പ്രദേശത്ത് കഅബ ഷരീഫിന്റെ കിഴക്ക് ഭാഗത്തായി ഒരു കൊച്ചു കുടിൽ നിർമ്മിച്ച് ആ കുടിലിലേക്ക് മഹാനായ അബ്ദുള്ള എന്നവർ തൻ്റെ പ്രിയപത്നി ആമിന ബീവിയെ കൂട്ടിപ്പോന്നു. പരിചരണത്തിനും സഹായത്തിനും വേണ്ടി ഉമ്മു ഐമൻ എന്ന പേരിൽ ഒരടിമ സ്ത്രീയുമുണ്ട്. രണ്ടും ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. ഈ ഉമ്മു ഐമൻ ആമിന ബീവിയും ഒരേ പ്രായത്തിലുള്ളവരാ. എന്നാലും തൻ്റെ അടിമയാണ്. ഈ അടിമ നീഗ്രോ അടിമകളിൽപ്പെട്ട അടിമയാണ്. ആമിന ബീവിയുടെ സഹായത്തിന് വേണ്ടി 2 മാസം, കല്യാണം കഴിഞ്ഞ് 2 മാസം പൂർത്തിയായ സമയത്താണ് ഷാമിലെ ഗസയിലേക്ക് മക്കയിൽ നിന്നിട്ട് വലിയൊരു സംഘം കച്ചവടത്തിന് പുറപ്പെടുന്നത്. അബ്ദുൽ മുത്തലിബിന് അന്ന് ദൂരയാത്രയൊന്നും ചെയ്യാനുള്ള പ്രായം അല്ല, വാർദ്ധക്യത്തിലെത്തിയിട്ട്. അപ്പൊ ജീവിതമാർഗം മറ്റൊന്നും അവിടെ ഇല്ലല്ലോ. ഈ വ്യാപാരം കൊണ്ട് ജീവിക്കണ്ടേ. തൻ്റെ പ്രിയതമയെ വിട്ടുപോകാൻ വിഷമമുണ്ടെങ്കിലും ജീവിക്കാൻ മറ്റ് മാർഗങ്ങൾ കാണാത്തത് കൊണ്ട് ഗസയിലേക്കുള്ള യാത്ര സംഘത്തിന് കൂടെ മഹാനായ അബ്ദുള്ള എന്നവരും യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഗസയിൽ പോയി ഖുറൈശികളുടെ കച്ചവടം കഴിഞ്ഞു. ലാഭകരമായി തിരിച്ചു വരുന്ന വഴിയിൽ വെച്ചിട്ട് അബ്ദുള്ള എന്നവർക്ക് പനി ബാധിച്ചു. അങ്ങനെ ഒരു വിധത്തിൽ മദീനയിലെത്തി. അവർ ഷാമിലേക്ക് പോകുമ്പോഴുള്ള ഇടത്താവളമാണല്ലോ മദീന. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ യാത്ര തുടരാൻ പറ്റാതെ അവശനായ അബ്ദുള്ള എന്നവർ സ്വാഭാവികമായും അമ്മാവന്മാരുണ്ടല്ലോ അവിടെ. അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ അവിടത്തുകാരിയാണല്ലോ, ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പൊ അൻസാരികളായ ബനു നജ്ജാറുകാർ അവരുടെ അമ്മാവന്മാരാ. അങ്ങനെ അമ്മാവന്മാരുടെ വീട്ടിൽ രോഗിയായി മഹാനായ അബ്ദുള്ള എന്നവർ തങ്ങി. പിന്നെ അവർ ബാക്കിയുള്ള ഒരു സ്വന്തക്കാരും തന്നെ ആയതുകൊണ്ട് ബാക്കി ആരും കൂടെ നിന്നില്ല. അങ്ങനെ അവരൊക്കെ തിരിച്ചു പോന്നു. അപ്പൊ ആമിന ബീവി താല്പര്യത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 2 മാസമേ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ താൻ ഗർഭിണിയാണ് എന്നുള്ള സന്തോഷ വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമന് അറിയിക്കണമെന്നുള്ള ആ ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്നു. വാപ്പയാണെങ്കിലോ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കരളിൻ്റെ കരളാവുന്ന മകൻ വിട്ടുപോകുന്നത് ഒരിക്കലും ഇഷ്ടമില്ല. എന്നാലും നിവൃത്തിയില്ലാത്തതുകൊണ്ട് സമ്മതിച്ച ഇന്ന് വരും നാളെ വരും എന്ന് കാത്തിരിക്കുമ്പോൾ കച്ചവട സംഘം തിരിച്ചു വന്നു. അബ്ദുള്ളനെ മാത്രം കാണാനില്ല. അപ്പൊ അന്വേഷിച്ചു, അമിന ബീവി അല്ല, ബാപ്പനെ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ക്ഷീണിതനാണ്, പനി ബാധിച്ച് യാത്ര ചെയ്യാൻ പറ്റാതായപ്പം ബനു നജ്ജാറുകാരുടെ കുടുംബത്തിൽ അവര് രോഗിയായി കിടക്കുകയാണ്, ഞങ്ങൾ തിരിച്ചു പോന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തൻ്റെ മൂത്ത മകൻ ഹാരിസിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, വാപ്പാക്ക് ഇപ്പോൾ യാത്ര ചെയ്യാനുള്ള ആഫിയത്തില്ല, അതുകൊണ്ട് അടിയന്തരമായി നീ യസ്രിബിൽ പോകണം. അന്ന് മദീന എന്നുള്ള പേര് വന്നിട്ടില്ലല്ലോ. യസ്രിബിൽ പോകണം, എൻ്റെ മോന് അബ്ദുള്ളയെ കൂട്ടിയിട്ട് വരണം. ആ വാക്ക് കേട്ട് ഹാരിസ് ഉടനെ പുറപ്പെട്ടു. പക്ഷേ അവിടെ എത്തിയപ്പോൾ കേട്ട വാർത്ത ദുഃഖകരമായിരുന്നു. പനി ബാധിച്ച അബ്ദുള്ള, പനി കൂടുതലായി, അല്ലെങ്കിൽ തന്നെ മദീന അക്കാലത്ത് വല്ലാത്തൊരു പനിപ്രദേശമാണ്. മലമ്പനി വ്യാപകമായി ഉണ്ടായിരുന്നതാണ്. അങ്ങനത്തെ ഒരു പ്രദേശത്ത് പനിക്കാരൻ വന്നപ്പോൾ പിന്നെ ഏതായാലും രക്ഷയില്ല, മരണപ്പെട്ടു. ദാറുൻ നാബിഗത്ത് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിലാണ് പ്രമുഖരൊക്കെ ബനു നജ്ജാറുകാർ മരിച്ചാൽ മറമാടുക. അങ്ങനെ ദാറുൻ നാബിഗയിൽ അബ്ദുള്ള എന്നവരെ മറമാടലും കഴിഞ്ഞു. പോയ ജ്യേഷ്ഠൻ ഹാരിസിന് കാണാൻ കഴിഞ്ഞത് പുതിയൊരു ഖബർ മാത്രമാണ് ദാറുൻ നാബിഗയിൽ. ഇത് പ്രസിദ്ധമാണ്. ഇപ്പൊ നമ്മൾ അബൂബക്കർ ജസാരിയുടെ ഇപ്പോഴും ഉണ്ട് കാക്കാന്നാ തോന്നുന്നത്. ആദൽ ഹബീബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹിബ്ബു എന്ന ആകർഷകമായ ഒരു നബി ചരിത്ര ഗ്രന്ഥം എഴുതിയ ആളാണ്. ശുദ്ധ വഹാബിയാണെന്ന് മാത്രമല്ല, സുന്നിയായ മാലിക്കി തങ്ങളെ കൊല്ലൽ വുജൂബാണെന്ന് ഫത്വ കൊടുക്കുകയും അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പാടില്ലെന്നും അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിച്ചാൽ സഹിയാവില്ലെന്നും ഒക്കെ ഫത്വ കൊടുത്ത ആളാണ്.
അയാള് വരെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആ കിതാബ് എന്നെ നേരിട്ട് കൊണ്ടുവന്നിട്ട് അടുത്ത ക്ലാസ് ഇതുവരെയുള്ളതൊക്കെ വലിയ വലിയ കിതാബ് നോക്കിയിട്ടാ. കാരണം ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് ഞങ്ങളും മുജാഹിദാണ് എന്ന് അറിഞ്ഞിട്ട് ഈറ്റങ്ങൾക്ക് ഒന്നും അറിയില്ല, ദീനും അറിയില്ല ദുന്യാവും അറിയില്ല, അങ്ങനത്തെ ഒരു കൂട്ടരാ. അപ്പൊ ഓല നേതാക്കന്മാർ പറഞ്ഞാലെങ്കിലും സ്വീകരിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് ആ കിതാബ് കൊണ്ട് ആയിരിക്കാം ഇനി നമുക്ക് സംസാരിക്കും. ഇതുവരെ അതല്ല, വലിയ വലിയ അയിമ്മത്തിന്റെ പൂർവ്വകാല പണ്ഡിതന്മാരുടെ ചരിത്ര ഗ്രന്ഥങ്ങളാണ് ആസ്പദമാക്കിയത്. അങ്ങനെ അത് സമീപകാലം വരെ അബ്ദുള്ള എന്നവരുടെ മക്ബറ പ്രസിദ്ധമായിരുന്നു എന്നും അതറിയപ്പെട്ടതായിരുന്നെന്നും സൗദി ഗവൺമെന്റ് പിടിച്ചെടുത്ത് വഹാബി അധികാരം നടത്തിയതിനു ശേഷം ആളുകൾ അവിടെ പോയി സിയാർത്ത് ചെയ്യുകയും അവിടെ വെച്ചിട്ട് ഖുർആൻ ഓതുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ശിർക്ക് കണ്ടപ്പം അത് പൊളിച്ചു കളഞ്ഞ് അടയാളമില്ലാതാക്കിയതാണ് എന്ന് അയാൾ പറയുന്നുണ്ട്, അബൂഖർജസായി. ഇപ്പോൾ ഇവിടെ അടുത്ത കാലത്ത് സൗദി ഗവൺമെന്റ് പൊളിച്ച് നീക്കിയതിൽപ്പെട്ടതാണ് അബ്ദുള്ള എന്നവരുടെ ഖബർസ്ഥാൻ. ഈ ഖബർ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6 വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായ സമയത്ത് ആമിന ബീവി കൊണ്ടുപോയത്. 8 മാസം പിന്നെയും കഴിഞ്ഞിട്ട് ആ കുട്ടി ജനിക്കുന്നത്. കേവലം 2 മാസം ഗർഭത്തിലുള്ള സമയത്ത് വാപ്പ മരിച്ചിട്ട് ആ വാപ്പയെ കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ബുദ്ധിയുള്ള കുട്ടികൾ ചോദിക്കൂലേ എൻ്റെ വാപ്പയുടെ? അപ്പോ കുട്ടിക്ക് വാപ്പയെ കാണിച്ചു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ആ ഖബറെങ്കിലും ഒന്ന് സിയാറത്ത് ചെയ്യാനും ആ ബന്ധം ഒന്ന് പുതുക്കാനും വേണ്ടിയിട്ടാണ് 6 വയസ്സായപ്പോ സമയത്ത് ഉമ്മ ആമിന ബീവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി തൻ്റെ അടിമ സ്ത്രീയാവുന്ന ഉമ്മയിമ്മനും കൂടെയും ആയി മദീനയിൽ പോവുകയും ബനു നജാറാവുന്ന അമ്മാവന്മാരുടെ കൂടെ 1 മാസക്കാലം താമസിക്കുകയും ചെയ്തു. ഈ 1 മാസക്കാലത്തെ താമസത്തിനിടയിൽ മദീനയിൽ കുളങ്ങളും ചെറിയ തോടുകളും ധാരാളമുണ്ട്, കൃഷി മേഖലയാണല്ലോ. അങ്ങനെ ബാറുന്നാബിഗത്തിന്റെ അടുത്തുള്ള ബനു നജാറുകാരുടെ ഒരു കുളത്തിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 1 മാസത്തെ താമസത്തിനിടയിൽ അവിടെ നീന്തം പഠിച്ചു. മാത്രമല്ല പിന്നീട് ഹിജ്റ ചെന്നതിന് ശേഷം സഹാബാക്കളോട് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നബി തങ്ങൾ പറയുന്നത് കാണാം, പണ്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ 6 വയസ്സിൽ ഇവിടെ വന്നപ്പോ ഈ കുളത്തിൽ നിന്നാണ് ഞാൻ നീന്തി പഠിച്ചത്. പിന്നെ അവിടെ ഉണ്ട് ചെറിയൊരു കൊട്ടാരം വരെ ബനു നജാറുകാരുടെ. ഈ കൊട്ടാരത്തിന്റെ സമീപത്ത് തന്നെയാണ്. ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഞാനും ഇവിടുത്തുകാരിയായിരുന്ന ഒരു പെൺകുട്ടി, 6 വയസ്സല്ലേ, ഒരു പെൺകുട്ടി ഞങ്ങൾ കളിച്ചിരിക്കുമായിരുന്നു. ആ കളിച്ചിരിക്കുന്ന സമയത്ത് ആ കോട്ടയുടെ ഈ മുനാരത്തിന്റെ അരികെ പ്രാവുകൾ വന്നിരിക്കും. അവരെ ഞങ്ങൾ പാട്ടിപ്പായിപ്പിക്കും. കുട്ടിക്കാലത്തുണ്ടായ കളി. അങ്ങനെ ദാറുന്നാബിഗത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും അബ്ദുള്ള എന്നവരുടെ ഖബർ സന്ദർശിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണല്ലോ ആമിന ബീവി വരുന്നത്, വഫാത്താകുന്നത്. ആ ഭാഗം പിന്നീട് പറയാം. അങ്ങനെ കേവലം 2 മാസം മാത്രമാണ് ആമിന ബീവിക്കും അബ്ദുള്ള എന്നവർക്കും ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ള കുടുംബജീവിതം നയിക്കാൻ സാധിച്ചുള്ളൂ. കാരണം അല്ലാഹു തആല വേറെ ഒരു പരമ്പര അതിൽ ഇനി നിലനിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ അബ്ദുള്ള എന്നവരിലേക്ക് കൊണ്ടുവന്ന് ആദം നബി അലൈഹി സ്വലാമിൽ നിന്നിട്ട് ഉദ്ഘാടനം ചെയ്തു വിട്ട ഈ നൂറ് മഹദിയായിരിക്കുന്ന ആമിന ബീവിയിലൂടെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ വാപ്പയുടെയും ഈ ഉമ്മയുടെയും ധർമ്മം അവസാനിച്ചു. അതുകൊണ്ട് തന്നെ വേറെ ആണോ പെണ്ണോ ആയിട്ട് വേറെ മക്കൾ അബ്ദുള്ള എന്നവർക്കില്ല. ആമിന ബീവി അല്ലാത്ത വേറെ ഭർത്താവും ഇല്ല. ആമിന ബീവി ആണെങ്കിലോ 2 മാസം ഭർത്താവിനോട് ഒന്നിച്ച് ജീവിച്ചു. കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞാൽ വേറെ കെട്ടിക്കൂടെ? 6 വയസ്സ് വരെ ജീവിച്ചണല്ലോ. പക്ഷേ വേറൊരു ഭർത്താവിന് ആമിന ബീവിയെ കെട്ടിക്കുകയും ചെയ്തിട്ടില്ല. അവരുടെ ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21-ാം തീയതി ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പാതിരാത്രി കഴിഞ്ഞ് സുബ്ഹിയുടെ മുമ്പാണ് എന്നതാണ് പ്രസിദ്ധ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. ചില ചരിത്രകാരന്മാർ ഫജ്റിന്റെ ശേഷം സൂര്യോദയത്തിന് മുമ്പാണ് എന്ന് പറഞ്ഞതുമുണ്ട്. പക്ഷേ ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുള്ള ഗ്രഹനില വെച്ച് പരിശോധിക്കുമ്പോൾ പാതിര കഴിഞ്ഞ് 2 മണിയുടെ മുമ്പാവാനാണ് സാധ്യത എന്നാണ് കണക്ക് സംസാരിക്കുന്നത്. ഏതായാലും ആട്ടെ, ഏപ്രിൽ 21-നാണ് എന്ന കാര്യത്തിൽ എന്തായാലും തർക്കമില്ല. ബാക്കി വിഷയം നമുക്ക് അവിടെ പറയാം. ഇനി വലിയൊരു വിഷയമുണ്ട്, പറയാൻ ഇപ്പൊ സമയമല്ല. എന്നാലും ആട്ടെ, ഈ ആമിന ബീവിയും അബ്ദുള്ള എന്നവരും തുടങ്ങി
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃമാതൃ പരമ്പര അവരെ സംബന്ധിച്ച് അള്ളാഹുവിനെയും പേടിയില്ല, മനുഷ്യനെയും പേടിയില്ല. ഈ ജീവികൾ എന്തൊക്കെയാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത് എന്ന് കേട്ടിരിക്കാൻ കഴിയില്ല, അത് ഉദ്ധരിക്കാൻ പോലും സാധ്യമല്ല. അവർ കാഫറാണെന്നും മുശ്രിക്കീങ്ങളാണെന്നും നരകത്തിൻ്റെ ആളുകളാണ്, എന്താണ് ഈ പറയുന്നത് എന്ന് പറയുന്നവർക്കൊരു ബോധ്യം വേണ്ടേ? ഏറ്റവും ചുരുങ്ങിയ ഞാൻ ആ വിശദീകരണത്തിലേക്ക്, ആ ചർച്ചയിലേക്ക് ഒന്നും കിടക്കണില്ല, അത് അത്രയും വലിയ വിഷയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും കൂടി ത്വായിഫിലേക്ക് പോകുന്ന സമയത്ത് ആസിബിന് വായിലിൻ്റെ ഖബറിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു സഹാബിയായിട്ട് കൂടെ ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഖബർ ശ്രദ്ധേയമായി കണ്ടപ്പം ഒരു സഹാബി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ചോദിച്ചു, ഹാദി ഖബറുമൻ, ഇത് ആരെ ഖബറാണ് വെച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പൊതുവെ അങ്ങനെ അധികം സംസാരിക്കാത്ത ആളാണ്, എന്നാലും പറഞ്ഞു പോയി, ഹാദാ ഖബറുൽ ആസിൽ മുശ്രിക്കിൽ കാഫിർ ഇബ്നു വായിൽ, മുശ്രിക്കും കാഫിറുമായ വായിലിന്റെ പുത്രൻ ആസിന്റെ ഖബറാണ്. കൂടെ ആരുണ്ട്? സഈദ് ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഈ ആസിന്റെ മകനാണത്. അദ്ദേഹം നല്ലൊരു സഹാബിയാ. അത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാവിൽ നിന്നിട്ട് കേട്ടപ്പോൾ തന്നെ മഹാനവറുകൾ എന്തോ സ്വിച്ചിട്ട് ലൈറ്റ് പെട്ടെന്ന് ഓഫായതുപോലെ പെട്ടെന്ന് അപ്സെറ്റായി, മുപ്പരാകെ വേജാറായി, വിഷമിച്ചു. പറഞ്ഞതൊക്കെ ശരിയാണ്. ആസിബിന് വാരി ശുദ്ധ മുശ്രിക്കാണ്, കാഫറാണ്, മുശ്രിക്കുകളുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളാണ്, ഒക്കെ റെഡിയാണ്. പക്ഷേ മകൻ സഈദ് റളിയല്ലാഹു തആല അൻഹുവിന് അത് മാനക്കേടും വിഷമവുമായപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഉപദേശമുണ്ട്, ലാ തുഉദുൽ അഹ്യാ ബിദിക്രിൽ അംവാത്, മരിച്ചുപോയവരുടെ ദോഷങ്ങളും മോശങ്ങളും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവർ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം സഈദ് റളിയല്ലാഹു അൻഹു നല്ല സഹാബിയായി ഇസ്ലാമിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചാളാ. എന്തായാലും അവനവൻ്റെ വാപ്പനെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഒരു പൊറുതിയേടുണ്ടാവില്ലേ, എന്തിനാ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? അയാൾ ചെയ്ത അമല അയാൾ അനുഭവിക്കുകയാണ്. നിങ്ങളോ കാഫറാണ്, മുശ്രിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആവശ്യം എന്താ? ആള് പേര് വെച്ചാൽ പേര് അറിഞ്ഞെടുത്താൽ പോരെ. എന്ന് മാത്രമല്ല, മക്കം ഫതഹിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഇക്രിമത്ത് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ചില ആളുകളൊക്കെ പഴയ പരിചയം വെച്ചിട്ട് ഇക്രിമത്തിന് അബീ ജഹൽ എന്ന് പറയാൻ തുടങ്ങി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്രിമത്ത് അബീ ജഹൽ എന്ന് പറയരുത്. അബൂജഹൽ എന്ന് പറഞ്ഞാൽ അയാളെ പാവപ്പെട്ട പേരല്ല, അയാളെ നാട്ടുകാർ കൊടുത്ത പേരല്ല. അംർ ഇബ്നു ഹിഷാം എന്നാണ് അയാളെ പേര്. അബുൽ ഹക്കം എന്ന പേരിലാണ് നാട്ടുകാരെ അയാളെ ബഹുമാനിച്ചിരുന്നത്. ഇസ്ലാം കൊടുത്ത സ്ഥാനപ്പേരാണ് അബൂജഹൽ. അബൂജഹലിന്റെ മകൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മഹാനായ ഇക്രിമത്ത് റളിയല്ലാഹു തആല അൻഹു വിഷമം ഉണ്ടാവൂലേ? ആ പേര് വിളിക്കരുത്. ഫിറഔനു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞാളാ. സമുദായത്തിന്റെ ഈ ഫിറഔനായ അബൂജഹലിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ മകൻ മുസ്ലിം ആയതുകൊണ്ട് ആ മകനെ പറ്റി പറയുമ്പോൾ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്ന് പറയരുത്. അവിടെ സ്വാഭാവികമായി എന്ത് പറഞ്ഞോളാം? ഇക്രിമത്ത് ബിൻ അംർ ബിൻ ഹിഷാം, അയാളെ ശരിക്കുള്ള പേരാണ്, അത് പറഞ്ഞാൽ മതി. അപ്പം മരണപ്പെട്ടു പോയവർ വളരെ മോശക്കാരാണെങ്കിൽ പോലും മോമിനീങ്ങളായ മക്കൾ, പേരമക്കൾക്ക് വിഷമമുണ്ടാവുമെങ്കിൽ പറയരുതെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ബാപ്പയും ഉമ്മയും മുശ്രിക്കാണ്. അപ്പൊ ഈ വിഷയം ഒരു നീട്ടിപ്പരത്തി പറയുന്നില്ല, അതങ്ങനത്തെ വിഷയമല്ല. എന്നാലും വളരെ ചുരുക്കി ഒരു നിഷ്പക്ഷമതിക്ക് ബോധ്യപ്പെടാൻ വേണ്ട കാര്യം, ഏറ്റവും ചുരുങ്ങിയത് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അറബികളിലേക്ക് വന്ന അവസാനത്തെ നബി അദ്ദേഹം. അതിന് ശേഷം പിന്നെ നബി വന്നിട്ടില്ല. നബി തങ്ങളുടെ മുമ്പ് 3000-ലധികം വർഷം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നബിയുടെ സന്ദേശം ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അഹ്ലുൽ ഫത്ര എന്നാ പറയാം, ഇടവേളയിൽ വന്ന ആളുകൾ. അതിൽപ്പെട്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാര് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താ? പൂർവ്വ വേദങ്ങളോ പൂർവ്വ നബിമാരോ പൂർവ്വ ശരീഅത്തോ ശാശ്വതമല്ല. ഒരു നബിയുടെ സന്ദേശമെത്തിയവരും
ആ സന്ദേശമെത്തിയവരിൽപ്പെട്ട അവസാനത്തെ ആളിൽ നിന്നെങ്കിലും സന്ദേശമെത്തിയവരും ജീവിച്ചിരിക്കുന്ന കാലത്ത് ശരീഅത്ത് പ്രാബല്യത്തിലുണ്ടാവും. നാലാമത്തെ തലമുറയിലേക്ക് എത്തുമ്പോൾ ഫത്രത്ത് സ്ഥിരപ്പെട്ടു. എങ്കിൽ ഇവിടെ ഏകദേശം 40ഓളം അല്ലെങ്കിൽ 35ഓ മറ്റൊരു അഭിപ്രായത്തിൽ 60ഓളം തലമുറ കഴിഞ്ഞിട്ടാണ് അബ്ദുള്ള എന്നവരും ആമിന ബീവിയും അബ്ദുൽ മുത്തലിബും ഒക്കെ ലോകത്ത് വരുന്നത്. എന്തായാലും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ശരീഅത്തല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെതല്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒന്നും അല്ല. കിതാബ് നൽകപ്പെട്ട ഉലുൽ അസ്മുകളിൽപ്പെട്ടവരാണല്ലോ അവര്. എന്നിട്ടുണ്ടോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെത് ശാശ്വതമാകുന്നു? അപ്പൊ ഫത്രത്തിന്റെ അതിലുകാരാ. അവരെ സംബന്ധിച്ച് ഖുർആൻ എന്താ പറയുന്നത്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഒരു നാട്ടിൽ ഒരു റസൂലിനെ അയച്ച് ആ റസൂലിൽ നിന്നും സന്ദേശം നൽകി തൗഹീദും ശിർക്കും മനസ്സിലാക്കി ഈമാനും കുഫറും വേർതിരിച്ച് ബോധ്യപ്പെടുത്താതെ ഒരു ജനതയെയും റബ്ബാവുന്ന ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അള്ളാഹു ഖുർആനിൽ പറയുന്നു. തീർന്നില്ല, മറ്റൊരായത്തിൽ പറയുന്നു ذَلِكَ لَمْ يَكُنْ رَبُّكَ مُهْلِكَ الْقُرَى بِظُلْمٍ وَأَهْلُهَا غَافِلُونَ. ذَلِكَ ഇങ്ങനെ അടിക്കടി അമ്പിയാക്കളെ ഞാൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അല്ലം യകുർ റബ്ബുക മുഹ്ലിക്കൽ ഖുറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടുകാരെയും ശിക്ഷിക്കില്ല എന്നത് തന്നെ ബിദുൽമിൻ, ശിർക്ക് ഉൾപ്പെടെയുള്ള എന്ത് ദുൽമ് ചെയ്താലും അതാണ് ദുൽമ്. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശിർക്കാണ് ദുൽമ്. ആ ശിർക്ക് ഒരു നാട്ടുകാർ ചെയ്താൽ പോലും അള്ളാഹു അവരെ ശിക്ഷിക്കില്ല. ഏത് നിലക്ക്? വഅഹ്ലുഹാ ഗാഫിലൂൻ. ആ നാട്ടുകാർ അമ്പിയാക്കളിൽ നിന്നുള്ള സന്ദേശം ലഭിക്കാതെ തൗഹീദിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഗാഫിലീങ്ങളാകുമ്പോൾ അവരെ അള്ളാഹു തആല ശിക്ഷിക്കില്ല. അള്ളാഹ് ശിക്ഷിക്കൂല, ഞങ്ങൾ ശിക്ഷിക്കൂല, നരകത്ത് കൊണ്ടുപോയിടുക. നിങ്ങളെ പണിയാത്. അള്ളാഹ് പറഞ്ഞാൽ സ്വീകരിച്ചാൽ പോരെ. ഇനിയും വീണ്ടും ഉണ്ട് വലൗലാ അൻ തുസീബഹും മുസീബത്തുൻ ബിമാ ഖദ്ദമത് ഐദീഹിം ലഖാലു ലൗലാ അർസൽത ഇലൈനാ റസൂലാ ഫനത്തബിഅ ആയാതിക വനകൂന മിനൽ മുഅ്മിനീൻ. നബിയും റസൂലും വരാതെ അല്ലാഹു തആല ഒരു നാട്ടുകാരൻ ശിക്ഷിക്കില്ല. എന്തുകൊണ്ട്? അങ്ങനെ വന്നാൽ അവർ അള്ളാഹുവിന്റെ മുന്നിൽ ആവലാതി ബോധിപ്പിക്കും. ആർക്കും പേടിച്ചിട്ടല്ല, അള്ളാഹു തആല അത് ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് ആവലാതി ബോധിപ്പിക്കുന്നത്? അള്ളാഹു തആല പറയാ ലൗലാ അർസൽത ഇലൈനാ റസൂലാ, പടച്ചോനെ നീ ഞങ്ങളവിടെ നരകത്തിലിടുന്നതിന് മുമ്പ് ഞങ്ങളെ നാട്ടിൽ ഒരു റസൂൽ അയച്ചുകൂടെയോ? ഫനത്തബിഅ ആയാതിക, ആ നബി കൊണ്ടുവരുന്ന ആയത്ത് ഞങ്ങൾ പിൻപറ്റുമായിരുന്നല്ലോ. വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ വിശ്വസിച്ചോളുമായിരുന്നല്ലോ എന്ന് പറയാൻ ഇടവരും. അത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നബിനെ അയക്കുന്നത്. നബിനെ അയക്കാതെ, റസൂലിനെ അയക്കാതെ, ശരീഅത്ത് പ്രത്യേകം പഠിപ്പിക്കാതെ ഒരു കാളയും ശിക്ഷിക്കില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ പിന്നെ ഇഷ്കാല്, എന്നാ പിന്നെ ആദ നബിന്റെ സന്ദേശം എത്തിയിട്ടുണ്ടാവൂലേ? അല്ലെങ്കിൽ ഇബ്രാഹിം നബിന്റെ സന്ദേശം എത്തിച്ചിട്ടുണ്ടാവൂലേ? ഫത്രത്തിന്റെ അയലുകാരാ. എന്നാ നമ്മൾ നോക്കുക ഫത്രത്തിന്റെ അയലുകാരാണോന്ന്. ഖുർആൻ യാസീൻ എപ്പോഴും അനങ്ങിയാൽ ജനിച്ചോടത്ത് യാസീൻ, മരിച്ചോടത്ത് യാസീൻ, കിട്ടണോടത്ത് യാസീൻ, പ്രസവിക്കണോടത്ത് യാസീൻ, മുടിയാളിനോട് എല്ലായിടത്തും യാസീൻ ഓതുന്നവരാണല്ലേ നമ്മള്. എന്തിനാ? ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അതിൽ പഠിക്കാണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. എല്ലാവർക്കും അർത്ഥം അറിയല്ലോ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് ലിതുൻദിറ ഖൗമൻ, എന്തിനാണ് തങ്ങൾക്ക് റസൂലാക്കി അയച്ച് ഖുർആൻ ഇറക്കി തന്നത്? ലിതുൻദിറ, തങ്ങൾ താക്കീത് ചെയ്തറിയിക്കാൻ വേണ്ടിയിട്ട്, ഖൗമൻ ഒരു കൂട്ടർക്ക്, മാ ഉൻദിറ ആബാഉഹും അവരുടെ വാപ്പപ്പാപ്പന്മാർക്ക് ഒരു നബിയെ അയച്ച് ഇൻദാർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, അവരുടെ വാപ്പപ്പാപ്പന്മാർക്കാർക്കും 3000 കൊല്ലത്തോളമായിട്ട് അറബി ലോകത്തു റസൂലിനെ അയച്ച് ഒരു കിതാബ് ഇറക്കി സന്ദേശം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഫഹും ഗാഫിലൂൻ. എന്ത് കൃത്യമായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്? തങ്ങളുടെ ജനത ഗാഫിലീങ്ങളാണ്. നേരത്തെ പറഞ്ഞു അല്ലാഹു തആല അല്ലൻ യകുർ റബ്ബുക മുഹ്ലിക്കൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ ഗാഫിലൂൻ. ഗാഫിലീങ്ങളായ നാട്ടുകാരെ അല്ലാഹു തആല ഹലാക്കാക്കൂല, അല്ലാഹു തആല അദാബ് ചെയ്യൂല. ഇവരെങ്ങനത്തവരാണ്? ഫഹും ഗാഫിലൂൻ.
അമ്പിയാ മുർസലീങ്ങളെ അയച്ച് സന്ദേശം കൊടുക്കാത്തത് കൊണ്ട് നബി തങ്ങളുടെ നാട്ടുകാർ, അവരുടെ പിതാക്കന്മാരും അവര് മാത്രല്ല അവർക്ക് എന്താ അറിയിട്ടില്ല, അവരുടെ ബാപ്പപ്പാപ്പന്മാർക്ക് തന്നെ 3000 കൊല്ലമായിട്ട് ഇന്താർ നടന്നിട്ടില്ല. അതുകൊണ്ട് അവര് ഗാഫിലീങ്ങളെ ശിക്ഷിക്കൂല എന്ന് അല്ലാഹു തആല പറയാ. ഇനിയും പറയണതാ സൂറത്ത് സജ്ദ, നബി തങ്ങൾ സ്വന്തം ഉണ്ടാക്കിയ ഖുർആനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ബൽ ഹുവൽ ഹഖ്ഖു മിർ റബ്ബിക, റബ്ബിറക്കി തന്ന ഹക്കായ കിതാബാണ് ഖുർആൻ. എന്തിനു തുൻദിറ ഖൗമൻ, നബിയെ അങ്ങ് ഒരു ജനതക്ക് താക്കീത് ചെയ്തറിയിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് മാതാഹും മിൻ നദീരിൻ മിൻ ഖബലിക, തങ്ങളുടെ മുമ്പ് സമീപകാലത്തൊന്നും സന്ദേശവാഹകരാകുന്ന പ്രവാചകന്മാർ ആ നാട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ തങ്ങൾ ഓതി കൊടുത്തിട്ടില്ലല്ലോ ഒരു ഇതായിക്കോട്ടെ. ഇപ്പൊ അവര് ഫത്രത്തിന്റെ അയലുകാരാണെന്ന് പച്ചയിൽ പെട്ടി തുറന്നിട്ട് പറയുന്നത്. ഇനി ഒന്നുകൂടി പറയാം, അത് അവസാനിപ്പിക്കാം. 3000 കൊല്ലായിട്ട് അതെന്നെ കിതാബില്ലാത്ത ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്ത് വന്നിട്ട് 3000 കൊല്ലായിട്ട് അവര് ഫത്രത്തിന്റെ അയലുകാരല്ലെങ്കിൽ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഈസ നബി അലൈഹി ഇസ്ലാം, ആ ഈസ നബി അലൈഹി ഇസ്ലാമിന് കിതാബുണ്ട്, ഇഞ്ചീല് മൂസാ നബിന്റെ തൗറാത്തും നിലക്കുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയണ നോക്കിക്കോളി, യാ അഹ്ലൽ കിതാബ്, ഓ യഹൂദി നസറാക്കളെ, ഖദ് ജാഅക്കും റസൂലുനാ, എൻ്റെ വാഗ്ദത്ത പ്രവാചകൻ ഇതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. എന്തിനു വേണ്ടി? യുബയ്യിനു ലക്കും, നിങ്ങൾക്ക് ദീനിന്റെ വിധിവിലക്കുകൾ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട്. അലാ ഫത്റത്തിൻ മിനർ റുസുൽ, ഈസ നബി അലൈഹി ഇസ്ലാം വാനോരോഹണം കഴിഞ്ഞിട്ട് 600 കൊല്ലമേ കഴിഞ്ഞിട്ടുള്ളൂ. കിതാബുണ്ട്, ഇഞ്ചീലും തൗറാത്തും എന്ന കിതാബുണ്ട്. 600 കൊല്ലമേ ആയിട്ടുള്ളൂ നബി പോയിട്ട്. ഇവിടെ കിതാബില്ലാത്ത ഇസ്മായിൽ ഇസ്ലാം പോയിട്ട് 3000 കൊല്ലമായിരുന്നു. എന്നിട്ട് 500 കൊല്ലം നബി ഇല്ലാതായ പോക്ക് അഹ്ലി കിതാബുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യുബയ്യിനു ലക്കും അലാ ഫത്റത്തിൻ മിനർ റുസുൽ, നബിമാരില്ലാതെ ഇടവേള വന്ന ഫത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ റസൂൽ വന്ന് അയച്ചിരിക്കുന്നു. എന്തിന്? അന്തഖൂലു, നാളെ പരലോകത്ത് നിങ്ങൾ എതിർ പറയരുത്, മാജാ അനാ മിൻ ബശീരിൻ വലാ നദീർ, ഈസാ നബി വാനാരോഹണം നടത്തിയതിന് ശേഷം പടച്ചോനെ ഞങ്ങൾക്ക് നല്ലത് കൊണ്ട് സുവിശേഷം അറിയിക്കാനും ശിക്ഷ കൊണ്ട് താക്കീത് അറിയിക്കാനും ദൂതന്മാർ വന്നിട്ടില്ലല്ലോ എന്ന് നാളെ നിങ്ങൾ പറയരുത്. ഫഖദ് ജാഅക്കും ബശീറും വനദീർ, സുവിശേഷം അറിയിക്കുന്നവരും താക്കീതുകാരനുമായി മുഹമ്മദുർ റസൂലുള്ളാഹി വന്നുകൊണ്ടിരിക്കുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മാഇദ അല്ലാഹു തആല പറയാൻ, ഇപ്പൊ 500 കൊല്ലം മുമ്പ് വാനാരോഹണം ചെയ്ത ഈസാ നബിന്റെയും മൂസാ നബിന്റെയും ഉമ്മത്ത് വ്യക്തമായി ഫത്രത്തിന്റെ അഹ്ലുകാരാണെന്ന് നബി അല്ലാഹ് പറയുമ്പോ 3000 കൊല്ലം മുമ്പ് കിതാബില്ലാത്ത ഇസ്മായിൽ അലൈഹി ഇസ്ലാം പോയിട്ട് ആ ജനത ഫത്രത്തിന്റെ അയലുകാരല്ല എന്ന് പറഞ്ഞാൽ അതിന് കൊണ്ടുപോകേണ്ടത് കോഴിക്കോട് അടുത്തുള്ളവരാണെങ്കിൽ കുതിരട്ടത്തേക്കും അല്ലെങ്കിൽ മറ്റേ ഊളംപാർക്കും അവിടെയുണ്ട്. ഈ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ് സ്വീകരിച്ചാൽ പോരെ, പിന്നെ എന്തിനാ ഗവേഷണം നടത്താൻ പോകുന്നത്? ഹദീസുകളിലേക്കൊന്നും കടന്നാൽ തീരൂല. അപ്പൊ വിഷയം ഒരു പെരുത്തുണ്ട്. ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, ഒറ്റൊരു കാര്യം. ചില ഹദീസുകളിൽ സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. ഖുർആൻ നസ്സായി പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ബേക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ട്? ഈ പറഞ്ഞ ആയത്തുകൾ 6 ആയത്തുകൾ ഇപ്പൊ നമ്മൾ ഓതി, അല്ലെങ്കിൽ 7 ആയത്തോട് വളരെ കൃത്യമാണ്. ഫത്രത്തിന്റെ അഹ്ലുകാരെ നരകത്തിലിട്ട് അല്ലാഹു തആല ശിക്ഷിക്കില്ല എന്ന് തീർത്തു പറയുന്നു. പിന്നെ അവർ ഫത്രത്തിന്റെ അഹ്ലുകാരാണെന്നും ഖുർആൻ പറയുന്നു. പിന്നെ അതിന്റെ ബേക്ക് പോകേണ്ട ആവശ്യം എന്താ? പിന്നെ ഒരു ഹദീസിലില്ലേ, ഇന്നാ ബി വബാക ഫിന്നാർ. എപ്പോൾ പറഞ്ഞാൽ അറിയോ? അങ്ങനെ ഉണ്ടല്ലോ. അതിനർത്ഥി അതെന്താ പറഞ്ഞതെന്ന് പറഞ്ഞാല്, ഒരു അറാബിയായ ഒരു സാധു മനുഷ്യൻ മുസ്ലിമായി, അദ്ദേഹത്തിന്റെ വാപ്പ കുറച്ചു മുമ്പ് മരിച്ചു പോയി, നബി തങ്ങൾ വന്നതിന്റെ ശേഷം. പക്ഷെ അയാൾ മുസ്ലിമായിട്ടില്ല. അങ്ങനെ കാഫറായി മുശ്രിക്കായി നബി തങ്ങളുടെ കാലത്ത് മരണപ്പെട്ടു പോയ വാപ്പാന്റെ മോന് ഇസ്ലാമൊന്നും സ്വീകരിച്ചപ്പോ ഇയാള് ബാപ്പാനോട് വലിയ മഹബത്തും സ്നേഹമുള്ള ആളാ. ഇയാൾ ചോദിച്ചു, അയിന അബി യാ റസൂലല്ലാഹ്, നബിയെ ബാപ്പ മുസ്ലിം ഒന്നും ആയിട്ടില്ല, തങ്ങൾ വന്നതിന്റെ ശേഷം മുസ്ലിം ഒന്നും ആയിട്ടില്ല, മരിച്ചു, എന്റെ ബാപ്പ എവിടെ ഉണ്ടാകുക ചോദിച്ചു. അപ്പൊ പിന്നെ നബി തങ്ങൾ വന്നു, റിസാലത്തെത്തി, കിതാബ് ഇറങ്ങി, എന്നിട്ട് വിശ്വസിക്കാതെ മരിച്ചോ നരകത്തിലാണല്ലേ ഉറപ്പല്ലേ?
അയാൾക്ക് വലിയ ഷോക്കായി. അങ്ങനെയാണ്. ഇതിനിടക്ക് ഒരു അനുഭവം ഉണ്ടായി. നെറ്റിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് ചോദ്യോത്തരം ഉണ്ടായിരുന്നു. അതിൽ പാലക്കാടുകാരനായ ഒരാൾ, ഒരു നായരാണ്. അയാൾ മുസ്ലിമായിട്ട് നല്ല കുട്ടിയാണ്, വലിയ തക്കവുള്ള ആളാണ്. ഇയാൾ വിളിച്ച് ചോദിച്ചു, ഉസ്താദേ, ഞാൻ ഈ അറബി നാട്ടിലൊക്കെ വന്ന് മുസ്ലിങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിനെ മനസ്സിലായി, ഞാൻ മുസ്ലിമായി, അൽഹംദുലില്ലാ. എൻ്റെ വാപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു, ജനങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണവും ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പഴയ ആ ഹിന്ദു മതത്തിൽ തന്നെയാണല്ലോ വിശ്വസിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടാനോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനോ എനിക്ക് കഴിയോ എന്ന് പറയുമ്പോൾ തന്നെ അയാൾ കരയാണ്. എന്താ അയാളോട് പറഞ്ഞു കൊടുക്കുക? ഈ നിലയ്ക്ക് ഇസ്ലാം ഇവിടെ രാവും പാലും ഊണിലും ഉറക്കത്തിലും പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് എതിർ കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇയാൾ കാഫറായി മരിച്ചു പോയതുകൊണ്ട് ശാശ്വതമായ നരകത്തിലാണെന്നുള്ള വാർത്ത കേട്ടപ്പം നല്ലവനായ മകൻ, മുസ്ലിമായ മകന് സങ്കടം സഹിക്കാൻ കഴിയില്ല. ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ കരയാണ്. അത് എൻ്റെ അനുഭവമാണ് എന്നതുപോലെ ഈ കുട്ടി ചോദിച്ചത് നബി തങ്ങൾക്ക് അതല്ലാതെ പറയാൻ നിവൃത്തിയില്ല. ഇയാൾ വല്ലാതെ വേദനിച്ചു, സങ്കടപ്പെട്ടു. അയാളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, മോനെ, അത് ആള് കുടുംബമൊന്നും വ്യത്യാസമില്ല, ഒക്കെ കണക്ക് തന്നെയല്ലേ. എത്ര കൊല്ലം, 8-ാം വയസ്സ് മുതൽക്ക് എനിക്ക് 51 വയസ്സാകുന്നത് വരെ എന്നെ ഏകദേശം 41-42 കൊല്ലം സ്വന്തം മക്കളെക്കാൾ സ്നേഹവാത്സല്യത്തോടു കൂടി പോറ്റി സ്നേഹിച്ച് ലാളിച്ച് ഓമനിച്ച് സ്വന്തം പ്രസ്ഥാനക്കാരും ജാതിക്കാരും നാട്ടുകാരും എതിർത്തിട്ടും ജീവൻ പണയം വെച്ച് എൻ്റെ കൂടെ നടന്നിരുന്ന എൻ്റെ മൂത്താപ്പ അബൂ ത്വാലിബ് തങ്ങള് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറയാൻ പറഞ്ഞിട്ട് മരിക്കാൻ കിടക്കുന്ന കിടക്കപ്പായിൽ ചെന്നിട്ട് തല മുതൽ കൈകൊണ്ട് ഇങ്ങനെ തടകി കാല് വരെ എത്തി പറഞ്ഞു, യാ അമ്മി കലിമത്തൻ ഉഹാജ്ജു ബിഹാ ലക ഇൻദല്ലാഹ്, എൻ്റെ പൊന്നുകള മൂത്താപ്പ, നിങ്ങൾ ഒരൊറ്റ കലിമത്ത് പറഞ്ഞാൽ മതി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു കലിമത്ത് നിങ്ങൾ ഇപ്പം പറഞ്ഞോളി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അള്ളാഹിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്തോളാം. പാദം വരെ എത്തി, ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് തടകെ പാദത്തിങ്കിലെത്തി ജിബ്രീൽ അലൈഹിസ്സലാം തട്ടിക്കളഞ്ഞു. ഹിക്മത്താണത്. പാദത്തിങ്കിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം തട്ടിക്കളഞ്ഞു, പാദം മാത്രം തടകാൻ കഴിഞ്ഞില്ല. അപ്പണ്ട് അബൂജഹലും കൂട്ടർ പുറത്തിരിക്കുന്നുണ്ട്. അബൂ ത്വാലിബ്, നിങ്ങൾ എന്തായി കാട്ടാൻ പോന്ന്? ഇതുവരെ നമ്മൾ പാരമ്പര്യമായിട്ട് പോകുന്ന ജാതിയും മതവും വിട്ടിട്ട് ഇപ്പൊ നിങ്ങൾ മാറുകയാണോ? മൂപ്പര് എന്ത് പറഞ്ഞു? ഹു അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, ഞാൻ പാപ്പമാരാ വൈക്കന്നെ. അങ്ങനെ പറഞ്ഞാണ് മരിച്ചത്. നബി തങ്ങൾക്ക് ഇത്രമാത്രം സേവനം ചെയ്തൊരു മനുഷ്യൻ വേറെ ഇല്ല. അവരെ പറ്റിയിട്ട് ബാപ്പ അബ് എന്ന് ഇന്നാളെ നമ്മൾ പറഞ്ഞല്ലോ. വാലിദ് എന്ന് പറയാൻ പറ്റൂല, മൂത്താപ്പാക്കും വെളാപ്പാക്കും അബ് എന്ന് തന്നെ പറയാ. 40 വർഷത്തിലധികം തന്നെ ഓമനിച്ച് ലാളിച്ച് സ്നേഹിച്ച് സംരക്ഷിച്ച് സഹായിച്ച് കൊണ്ടുവരുന്ന മൂത്താപ്പ ഒരു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം നരകത്തിലാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, നരകത്തിലുള്ള അദാബിൽ ഏറ്റവും ചുരുങ്ങിയ അദാബ് അനുഭവിക്കുന്നത് അബൂ ത്വാലിബിനാണ്. അദ്ദേഹത്തിന് ദേഹത്തെവിടെയും തീ സ്പർശിക്കില്ല, പക്ഷേ കാലിൽ ഒരു ചെരുപ്പിട്ടതുപോലെ പാദത്തിൽ മാത്രമാണ് നരകം. പക്ഷേ ചെരുപ്പിട്ടതുപോലെ പാദത്തിൽ നരകം തട്ടുമ്പോൾ തലച്ചോറ് ഉരുകിയിട്ട് മൂക്കിലൂടെയും വായിലൂടെയും തലച്ചോറ് ഉരുകി ഒലിച്ചു കൊണ്ടിരിക്കും നരകത്തിന് ചൂട്. അന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ അബൂ ത്വാലിബിൻ, നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്നവൻ അബൂ ത്വാലിബാണ്. ഈ അബൂ ത്വാലിബിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന അബീ വ അബാക ഫിന്നാർ എന്ന്. പിന്നെ ആമിന ബീവിനെ പറ്റിയിട്ട് നബി തങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. മറിച്ച് ഉമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ സിയാറത്തിന് ചോദിച്ചു. ആദ്യകാലത്ത് സിയാറത്ത് എല്ലാവർക്കും മുടക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നബി തങ്ങൾക്കും അനുവാദം കിട്ടിയില്ല. പിന്നെ നബി തങ്ങൾ മദീനത്തെത്തിയതിനു ശേഷം പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി വസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നേരത്തെ ഖബർ സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, ഇനി പോയിക്കോളി കേടില്ല എന്ന് പറഞ്ഞു. പിന്നെ അല്ലാഹു തആലയോട് ആമിന ബീവിക്ക് വേണ്ടി സിയാറത്ത് ചെയ്യാനും
ഷഫാത്ത് ചെയ്യാനും വേണ്ടി സമ്മതം ചോദിച്ചപ്പോ സിയാർത്ത് ചെയ്തോളാൻ അനുവാദം കൊടുത്തു. അങ്ങനെ നബി തങ്ങൾ പോയി. സഹാബത്തെല്ലാം അല്പം മാറി നിന്നു. നബി തങ്ങൾ ആ ഖബറിന്റെ അരികെ ഇരുന്ന് ദീർഘനേരം ഇരുന്ന് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ പൊട്ടി കരയുന്നു. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് സഹാബാക്കൾ കൂട്ടക്കരച്ചിലായി. കാരണം 6-ാമത്തെ വയസ്സിൽ ഓടിച്ചാടി കളിക്കുന്ന തമ്മീസിന്റെ പ്രായം തുടങ്ങാൻ സമയത്ത് തൻ്റെ സ്വന്തം മടിയിൽ കിടന്നുകൊണ്ട് മരിച്ചങ്ങോട്ട് പോയ കയ്യുന്നാട് പോയ ആ ഓർമ്മ ആ ഖബറിടത്തിൽ വന്നപ്പോൾ ഹബീബിന്റെ മനസ്സിന് വന്നു, കരഞ്ഞുപോയി. പിന്നീട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു. എനിക്ക് അനുവാദം കിട്ടി, ഞാൻ സിയാർത്ത് ചെയ്തു. പക്ഷെ ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ സമ്മതം ചോദിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല. അവർ നരകത്തിലാണെന്ന് അതിനർത്ഥമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലുണ്ട്, നാളെ പരലോകത്ത് എൻ്റെ ഉമ്മക്കും വാപ്പക്കും വേണ്ടി ഞാൻ ഷഫാഅത്ത് ചെയ്യും. ഇവിടെ അനുവദിക്കാതിരിക്കാൻ കാരണം ഇങ്ങനെ ഇസ്ലാമിൻ്റെ മുമ്പും ഇസ്ലാമിൻ്റെ ശേഷവും മുസ്ലിമാകാതെ മരിച്ചുപോയ ഒരുപാട് ഉമ്മമാരും ബാപ്പമാരും സഹാബാക്കൾക്കുണ്ട്. നബി തങ്ങളുടെ ഉമ്മാക്ക് പൊറുക്കലിനെ തേടുന്നു, എന്നാ നമ്മളും നമ്മളെ ഉമ്മാക്ക് പൊറുക്കലിനെ തേടുക എന്ന് പറയും. അല്ല, നബിക്ക് നബിൻ്റെ ഉമ്മാക്ക് പൊറുക്കലിനെ തേടാ, ഞമ്മക്ക് അതിന് പറ്റൂല എന്ന് വന്നാൽ സഹാബത്തിന് വിഷമം വേണ്ട എന്ന നിലക്ക് ഇസ്തിഗ്ഫാർ തൽക്കാലം ചെയ്യണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ചെയ്തു. അല്ലാതെ ആമിന ബീവിയെ കുറിച്ചോ അബ്ദുള്ള എന്നവരെ കുറിച്ചോ എന്നല്ല. ആമിന ബീവിൻ്റെ ആ ഭാഗത്തും നമുക്ക് പറയാം, വഫാത്തിനെ പറ്റി പറയുന്നിടത്ത് നബി തങ്ങളുടെ ഈ 6 വയസ്സായ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് വസിയ്യത്ത് പറയുന്ന കൂട്ടത്തിൽ ആമിന ബീവി പ്രത്യേകം പറയുന്നത് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മോനെ നമ്മുടെ നാട് പഴിച്ചതാണ്, നമ്മുടെ നാട്ടിൽ ശിർക്കാണ്, കുഫറാണ്, ബിംബാരാധകരാണ്, അക്കൂട്ടത്തിൽ പോകല്ലേ. നമ്മളെ പൂർവ്വപിതാവായ ഉപ്പാപ്പ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൽ ഉറച്ചു നിന്നോളണം, ബിംബങ്ങൾക്കൊരിക്കലും ആരാധിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ അന്ത്യശ്വാസം വലിക്കുന്നത്. അവരും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, 6 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ പ്രിയപ്പെട്ട മകനോട് മരിക്കുന്ന സമയത്ത് വസിയത്തായി പറഞ്ഞ് ഇബ്രാഹിം മില്ലത്തിൽ ഉറച്ചെന്നോളണമെന്നും ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നും വസിയത്ത് പോയി ചെയ്ത ആമിന ബീവി നരകത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനായി ഖുർആൻ ഇത്രയും വെട്ടി തുറന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ പറയാ അങ്ങനെ ഉണ്ട് ഇങ്ങനെ എന്തുണ്ട്? അള്ളാഹിന്റെ ഖുർആനാണോ നിങ്ങൾ സ്വീകരിക്കുക, അതല്ല വേറെ ഏതെങ്കിലും വാറോലയാണോ? ചുരുക്കട്ടെ, സമയം വിശദമായി പറയേണ്ട സമയമില്ലാത്തത് കൊണ്ട് നിർത്തുന്നു. അല്ലാഹു തആല അവരൊക്കെ മഹാന്മാരാണ്. അവരുടെയൊക്കെ മഹത്വം കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്ക് ബർക്കത്ത് കൊണ്ടും നമ്മളുടെ ദുനിയാവും ആഖിറവും അല്ലാഹു തആല സലാമത്താക്കി തരുമാറാകട്ടെ. ആഖിറം വിജയിക്കുന്ന മഹാന്മാരിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മളെ മാതാപിതാക്കൾ, ഉപ്പാപ്പ, ഉമ്മാമ്മമാര്, അമ്മോശൻ, അമ്മായിമ്മമാര്, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ശരീക്കന്മാർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായസഹകരണങ്ങളും മുത്താശം ചെയ്തെന്ന എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളെയും അല്ലാഹു തആല കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.